വെൽക്കം ടു ക്രോസ് റോഡ്സ് 100K കോഡിംഗ് ചലഞ്ച്. ഇന്ന് നമ്മൾ 5ാമത്തെ ദിവസത്തിലോട്ട് കിടക്കുകയാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ലൂപ്പ് വരെ ചെയ്ത കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ അസൈൻമെൻറ്റ്സ് മറക്കാതെ ചെയ്യുക. പലരും ഡൗട്ട് ചോദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി നല്ല സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ, ഒരുപാട് പേര് പല രീതിയിൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരുണ്ട്, നമ്മളെ യൂട്യൂബിൽ താഴെ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഡെവലപ്പർ കമ്മ്യൂണിറ്റി ഉണ്ട്. ഡെവലപ്പർ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ഡെവലപ്പേഴ്സിനെ ഇതിന് വേണ്ടിയിട്ട് എറേഴ്സ് ഫിക്സ് ചെയ്ത് തരാനും ഇതിന് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേര് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അത് പുതിയൊരു ഓപ്ഷനാണ്, ഇപ്പോൾ ആഡ് ചെയ്തതാണ്. ഈ ഒരു 100 ഡേയ്സിലോട്ട് മാത്രമേ അവരുണ്ടാവുള്ളൂ, അവർ അവൈലബിൾ ആവുള്ളൂ. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷനിൽ, ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്തിട്ട് അവരോട് സംസാരിക്കുക. ഇന്ന ഇഷ്യൂ ഉണ്ട്, ഇതിൻ്റെ സ്ക്രീൻസൊക്കെ അയച്ചു കൊടുക്കുക. ചുമ്മാ ഒരു എറർ വരുന്നുണ്ടെന്നുള്ള ഇത് പറയരുത്, അതെനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നൊന്നും പറയരുത്. നിങ്ങൾ എറർ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഇഷ്യൂ നിങ്ങളെ കൊണ്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവർക്കൊന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക, ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുക, എന്നിട്ട് ഡിസ്കസ് ചെയ്യുക. അല്ലാതെ ചുമ്മാ ഒരു എന്താ പറയുക, എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കാര്യം എന്താണെന്നുള്ളത്, എന്നിട്ടൊക്കെ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ ചോദിക്കാതിരിക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അവർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10-12 ഡെവലപ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഓരോ ഡെവലപ്പേഴ്സിനെ കമ്മ്യൂണിറ്റി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഇതേപോലെ ഡൗട്ട്സ് വരികയാണെങ്കിൽ കൂടുതൽ ഡെവലപ്പേഴ്സിനെയും നമുക്ക് ആഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 100 ഡേയ്സിന് അവർ അവൈലബിൾ ആവുള്ളൂ. 100 ഡേയ്സിനുള്ളിൽ തന്നെ കോഡിംഗ് ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്തവർക്ക് മാത്രമേ ഈ സപ്പോർട്ട് അവൈലബിൾ ആവുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ ഡെയിലി ടിപ്സിലോട്ട് കിടക്കാം. ഡെയിലി ടിപ്സിൽ നമ്മൾ ഇന്ന് പറയുന്നത് പെർസെപ്ഷൻ ഈക്വൽ ടു റിയാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പെർസെപ്ഷൻ ഈക്വൽ ടു റിയാലിറ്റി എന്ന് വെച്ചാൽ, നമ്മളെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ വന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരാൾ വന്ന് നമ്മുടെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അയാളൊന്ന് അനലൈസ് ചെയ്യും. അയാൾ എങ്ങനെയുണ്ട്, അയാളെ രീതികളും അയാളെ ഒരു ബിഹേവിയറും അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈലും കണ്ടു കഴിഞ്ഞാൽ, ഓ അയാൾ കൊള്ളാം, സൂപ്പറാണ്, റിച്ചാണ്, അല്ലെങ്കിൽ അയാളെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു മനസ്സിൽ നമ്മൾ കുറേ തോട്ടുകൾ ആരെക്കുറിച്ചും ഉണ്ടാക്കും. നമ്മുടെ മുന്നിൽ വരുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിൽ വൃത്തിയില്ലാത്ത ഡ്രസ്സിട്ടാണ്, ഇവൻ എവിടുന്നാണ് കയറി വരുന്നത്, എന്താണ് ഇവൻ്റെ ആ ഒരു രീതിയിൽ നമ്മളൊരു മനസ്സിനുള്ളിൽ നമ്മൾ വെച്ചുണ്ടായി നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കാണുന്ന പോലെ തന്നെ നിങ്ങളെയും മറ്റുള്ളവർ കാണുമ്പോൾ നോക്കിക്കാണും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂവിന് കയറി ചെല്ലുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഇവൻറ്റിനൊക്കെ കയറി ചെല്ലുന്ന രീതി, അപ്പിയറൻസ് എങ്ങനെയുണ്ടോ ആ രീതിയിലായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുക. അതായത് പെർസെപ്ഷൻ ഈക്വൽ ടു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെങ്ങനെ കാണുന്നോ അതാണ് അവരുടെ റിയാലിറ്റി. മനസ്സിലായോ? അതായത് അവർ നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത് അതാണ് അവർക്ക്. നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇവൻറ്റിന് കയറി ചെല്ലുകയാണ്, നിങ്ങൾ സാധാരണ ലോക്കൽ ഷർട്ടോ ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അവർ നിങ്ങളെങ്ങനെയായിരിക്കും കാണുക, ഓ ഇവൻ എന്തോ ഒരു മോശം സ്ഥലത്തു നിന്ന് വരുന്ന ഫീലാണ് അവർക്ക് വരിക. പക്ഷേ നിങ്ങൾ പ്രോപ്പർ ഡ്രസ്സിങ്ങിന് നല്ല എന്താ പറയുക ഫോർമലൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ ഒരു നല്ല അങ്ങനത്തെ ഒരു 2 തരം ഇവൻറ്റുകളുണ്ട്. പ്രോപ്പറായിട്ട് പോകേണ്ട ആ രീതിയിൽ ഇപ്പോൾ ടെക് ഇവൻറ്റിനൊക്കെ ചെല്ലുകയാണ്, പ്രോപ്പർ ഡ്രസ്സിങ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെസ്പെക്റ്റ് അവർ തരും. എങ്ങനെയാണ് അവരുടെ റിയാലിറ്റി, നിങ്ങൾ എന്താണോ, നിങ്ങൾ കോഡ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രൊഫഷണലാണോ അതൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. നിങ്ങൾ അപ്പിയറൻസിൽ അവരുടെ റിയാലിറ്റി എന്തായി മാറും, നിങ്ങളോ കൊള്ളാം എന്നതാണെന്നുള്ള ഫീൽ വരും. അപ്പോൾ പെർസെപ്ഷൻ ഈക്വൽ ടു റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് പേർക്ക് ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മോഡൽ ചെയ്യണ കുറേ ആൾക്കാർ, ഇപ്പോൾ അനോമലീസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ മോഡൽ ചെയ്യണം, ഇപ്പോൾ സ്റ്റീവ് ജോബ്സിനായാലും ബിൽ ഗ്രേറ്റ്സ് ആയാലും നമ്മൾ ഇവരൊക്കെ മോഡൽ ചെയ്യും. അതായത് ഇവരൊക്കെ ഡ്രസ്സ് ചെയ്യണത് ഇപ്പോൾ ബർമൂഡയോ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ഇപ്പോൾ സ്റ്റേജിലോട്ട് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഓ ഈ ടെക്കീസ് എല്ലാവരും ഇങ്ങനെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുകയാണ്, ഇങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇവർ ഗ്രോ ചെയ്യണ സമയത്ത്, ഇവരെ ബിസിനസ് ബിൽഡ് ചെയ്യണ സമയത്ത് ഇവർ 3 പീസ് സ്യൂട്ടിലാണ് നടന്നിട്ടുള്ളത്. അവരെ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നടന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ അതാണ് നമ്മൾ പറയാനുള്ളത്. നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നടന്നോ, പക്ഷേ നിങ്ങളിപ്പോൾ ഗ്രോ ചെയ്യുന്ന ടൈമാണ്. ഈ ടൈമിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് പെർസെപ്ഷൻസ് ഉണ്ട്. ആ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, ഇതേപോലുള്ള അതായത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ വാ തുറക്കുന്ന കാര്യത്തിൽ, അതായത് വാ തുറന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ, നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ബിഹേവിയർ, ഇതിലൊക്കെ പെർസെപ്ഷൻ കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനി ഈ ഒരു കേസ് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ, ഡെവലപ്പേഴ്സ് എങ്ങനെയാണ് ഈ ഒരു പെർസെപ്ഷൻ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഡെവലപ്പേഴ്സ് കീപ്പ് ചെയ്യണത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ കോഡിങ് സ്റ്റാൻഡേർഡ്.
അതായത് പല കോഡേഴ്സിന് ഇപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻ്റർവ്യൂ, ഒരു സിസ്റ്റം ടെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ ഞാൻ സിസ്റ്റം ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പെട്ടെന്ന് അവൻ എത്ര ആൻസർ പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ ഒരു കോഡ്, ഒരു ഫംഗ്ഷൻ കണ്ടാൽ മതി നമുക്ക് മനസ്സിലാവും അവൻ എത്രത്തോളം കോഡ് ചെയ്ത് പരിചയമുണ്ടെന്നുള്ളത്. അവൻ്റെ വേരിയബിൾ നെയിം എഴുതുന്ന രീതി, നമ്മൾ എന്താ പറയുക ചുമ്മാ ഡിക്ലെയർ, ഇപ്പം നമ്മൾ തന്നെ കോഡിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ, ഇൻറ്റ് എ ഇൻറ്റ് ബി എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻറ്റ് നമ്പർ നം എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണത്? അതൊക്കെ കോഡിങ് സ്റ്റാൻഡേർഡുകളാണ്. നിങ്ങൾ ഏതെങ്കിലും വലിയൊരു പ്രോജക്റ്റ് പോയിട്ട് എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഇൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെന്ത് മനസ്സിലാക്കും? നിങ്ങൾ കോഡ് ഡെവലപ്പർ ആയിട്ടില്ല, നിങ്ങൾ ബേസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവും. അതിന് പകരം നിങ്ങൾ ഫംഗ്ഷൻ്റെ പേരൊക്കെ എഴുതുമ്പോൾ നമ്മളറിയാം, ഇപ്പോൾ ചെക്ക് ചെയ്തൊക്കെ നമ്മൾ അതായത് ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേരിയബിൾ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ ലിമിറ്റ് അല്ലെങ്കിൽ സെർച്ച് കീ, ചോയ്സ്, ഈ വേർഡുകളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലും കെയും എന്നും പിയും എം ഒക്കെ ഇടായിരുന്നു അവിടെ, നമ്മളത് ഇട്ടില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു കേസ് നിങ്ങൾ വളരെ സൂക്ഷിക്കണം, നിങ്ങളെ കോഡിങ്ങിലെ പെർസെപ്ഷൻ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോയിക്കൊണ്ട് സിസ്റ്റം ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കോഡിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കോഡ് ചെയ്യുമ്പോൾ എന്താണ് ആ കോഡ് നോക്കുന്ന ഡെവലപ്പർ മനസ്സിലെന്തായിരിക്കും? ഓ ഇവൻ കൊള്ളാം, പ്രോ ഡെവലപ്പറാണ്, ഒരു കോഡിങ് സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അവന് നിങ്ങൾ എന്താണോ, നിങ്ങൾ എത്രത്തോളം കോഡ് ചെയ്തെന്നുണ്ടാവില്ല, നിങ്ങളെ പെർസെപ്ഷൻ, അതായത് അവൻ്റെ റിയാലിറ്റി നിങ്ങൾ ആ ഒരു കോഡിങ്ങിലാണ്. അത് മനസ്സിലാക്കുക. ഒന്ന് കോഡിങ് സ്റ്റാൻഡേർഡ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ പലരും ഉണ്ട്, നമ്മൾ ഒട്ടുമിക്ക ഇവൻറ്റിന് പോയാലും അല്ല ഒട്ടുമിക്ക വർക്ക്ഷോപ്പ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിള്ളേർ പലരും ടൈപ്പ് ചെയ്യുന്നത് കാണാം. അതായത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക? ഒരു വിരലെടുത്ത് ഇങ്ങനെ ഈ രണ്ട് വിരൽ അല്ലെങ്കിൽ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, കീബോർഡിൽ കുത്തുന്നത് കാണാം. ഇങ്ങനെയാണോ ടൈപ്പ് ചെയ്യേണ്ടത്? പലർക്കും എന്തിനാണ്, അതായത് കീബോർഡിൽ 2 കൺട്രോൾ കീയും 2 ഷിഫ്റ്റ് കീ ഉള്ളത് എന്തിനാന്ന് പോലും പലർക്കും അറിയില്ല. അതറിയണം എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട് അറിയില്ല. അപ്പോൾ യാഥാർത്ഥ്യമാണ്, ചോദിക്കുമ്പോൾ എന്തിനാണ് 2 കൺട്രോൾ കീ എന്നുള്ളത് പോലും അറിയാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 2 ഷിഫ്റ്റ് കീ, 2 വിരലിൽ നിന്ന് 2 ഷിഫ്റ്റ് കീ എന്തിനാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ കോഡിങ് സ്റ്റാൻഡേർഡ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങൾ കോഡ് ചെയ്യണം, ആ കീബോർഡിൽ നിങ്ങളെ വിരൽ പോകുന്നത് കണ്ടാൽ മനസ്സിലാവും നിങ്ങളൊരു ഡെവലപ്പർ, പ്രോ ഡെവലപ്പറാണോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് തൊടുകയാണോ. അതേപോലെ ചിലരുണ്ട് ഒരു കൈ എന്ത് വയ്ക്കും, സ്റ്റാൻഡ് ബൈ ആയിട്ട്, എന്നിട്ട് മറ്റേ വിരലോട് മാത്രം കുത്തുന്ന ആൾക്കാരുണ്ട് കീബോർഡിൽ. ഇതൊന്നും എന്താണ്, ഇതൊക്കെ നിങ്ങളെ പെർസെപ്ഷനെ ബാധിക്കും. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ ടൈപ്പിങ്ങിനുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ടൈപ്പിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ടൈപ്പിംഗ് മാസ്റ്റർ പോലെയുള്ള ഒരുപാട് ടൂളുകളുണ്ട്, ഓൺലൈൻ ടൂളുകളൊക്കെ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് ടൈപ്പിംഗ് നല്ല രീതിയിൽ പ്രോപ്പറാക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഈ വിരല പോകാൻ പാടുള്ളൂ, അങ്ങനെ ഓരോ കീക്ക് ഓരോ വിരലുകളുണ്ട്. ആ രീതിയിൽ പ്രോപ്പറായിട്ട് ടൈപ്പിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ കീബോർഡ് ടൈപ്പിംഗ് ഫാസ്റ്റ് ആവും, നിങ്ങൾ കോഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും. നിങ്ങളെ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ ഒരുത്തന്നെ മുന്നിൽ പോയിരുന്നിട്ട് കോഡ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാക്കും നിങ്ങളിതൊക്കെ തൊട്ട് പരിചയമുള്ള ഒരാളാണെന്ന്. ആ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടൈപ്പിംഗ് എത്രയും പെട്ടെന്ന് സ്പീഡാക്കും. ഒരു 10 days ഇരുന്ന് അതൊക്കെ നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ടൈപ്പിംഗ് മാസ്റ്ററിൻ്റെ ഏതെങ്കിലും ടൂൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ടൈപ്പിംഗ്, അതേപോലെ കോഡിംഗ് സ്റ്റാൻഡേർഡുകൾ. നിങ്ങളിപ്പോൾ സിഒ ജാവയിലോ നിങ്ങളിപ്പോൾ കോഡിംഗ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തോളണമെന്നില്ല. നിങ്ങൾ ഏത് ഡൊമൈനിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഡൊമൈൻ, നമ്മൾ ഡൊമൈനെ കുറിച്ച് ആദ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡൊമൈൻ ഏതാണെന്ന് വെച്ചാൽ ആ ഡൊമൈനുള്ള ലാംഗ്വേജിൻ്റെ കോഡിംഗ് സ്റ്റാൻഡേർഡും കൂടി പഠിക്കുക. അത് ഇപ്പോഴേ കീപ്പ് ചെയ്യുക. ഇപ്പോഴേ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിനോ ഒരു സ്ഥലത്ത് പോയി ഒന്ന് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്ന വ്യൂ, മറ്റുള്ള ഡെവലപ്പേഴ്സ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ കാണുന്ന വ്യൂ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് പെർസെപ്ഷൻ ഈക്വൽ ടു റിയാലിറ്റി. അത് നിങ്ങളെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ ജനറൽ എക്സാമ്പിൾ പറഞ്ഞാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യം. ഈ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്, വാസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച്. പക്ഷേ നമ്മളെന്താ വെച്ചാൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ ജനറലി പറഞ്ഞതാണ്. അതേപോലെ ഡെവലപ്പേഴ്സിനുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് കീപ്പ് ചെയ്യുക. ഇതാണ് പെർസെപ്ഷൻ ഈക്വൽ ടു റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റ്. ഇതിൽ ബുക്കൊന്നും റെഫർ ചെയ്യാനില്ല നമുക്ക്, പക്ഷേ നിങ്ങൾ ഈ ചെറിയൊരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറും കൂടിയാണ് ലൈഫിൽ ഗ്രോ ചെയ്യേണ്ട ആൾക്കാർക്ക്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ഡേയിലെ കോഡിങ്ങിലോട്ട് പോവാം. നമ്മൾ ഇന്ന് അറേയും സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം മുതലേ പറഞ്ഞുതരാം. അറേ എന്താണെന്ന് ഞാൻ പറയുമ്പോഴും ഡ്രോ ചെയ്യുമ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു പേപ്പറും ബുക്കൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ബോക്സൊക്കെ ഒന്ന് വരച്ചിട്ട് ആ ബോക്സിലെ പൊസിഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഞാൻ എഴുതുന്ന ലൂപ്പിൻ്റെ കൂടെ നിങ്ങളിതുപോലെ പേപ്പറിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് പോകാൻ പഠിക്കുക. ഒരു പ്രാവശ്യം പോലും പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാത്ത ആൾക്കാർക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. റിയാലിറ്റിയാണ്, ഇത് പഠിക്കാൻ പറ്റില്ല. പഠിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? പേപ്പറും പേനയും എടുത്തോ, എന്നിട്ട് വരച്ചോ ചെയ്തോ, കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് അറേയാണ്. അറേ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വേരിയബിൾ അല്ലെങ്കിൽ 2 വേരിയബിൾ 3 വേരിയബിളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ
ഒന്ന് രണ്ട് വേരിയബിൾ ഇൻഡ് അല്ലെങ്കിൽ ഫ്ലോട്ട് അങ്ങനെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ ഒരു കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 1000 ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 1 lakh ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ 1 lakh നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, യൂസറുടെ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ 1000 നമ്പർ യൂസറുടെ നിന്ന് മേടിക്കണമെന്ന് വെക്കാം. അങ്ങനെ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വേരിയബിൾ എഴുതേണ്ടി വരും. പിന്നെ നമ്മൾ പേര് ABCD ആണ്, ABCD26 കഴിഞ്ഞാൽ പിന്നെയും പുതിയ പേര് AB എന്നുള്ള പേരിടും. അങ്ങനെ പേരുകൾ പലതും ഇട്ടിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു 1000കണക്കിന് പേരിട്ടിട്ട് കോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമാണോ? അങ്ങനെ ഒരുപാട് ഡാറ്റ യൂസറിൽ നിന്ന് മേടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യണം, വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം, അതിൻ്റെ സമ്മ് കാണണം, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എന്താ പറയുക, 1-2 വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരേ ടൈപ്പുള്ള, അതായത് ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്പുള്ള അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പുള്ള ഒരേ ടൈപ്പിനെ നമ്മൾ എന്ത് വെച്ചാൽ ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഒറ്റ പേരിൽ മാറ്റി വയ്ക്കും നമ്മൾ. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒറ്റ പേരിൽ മാറ്റി വയ്ക്കുന്ന കൺസെപ്റ്റിനെ പറയുന്നത് അറേ എന്ന് പറയുന്നത്. ഇനി ആ അറേ എങ്ങനെയാണ് നമ്മൾ കോഡിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഒരു ബോക്സ് വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇതൊരു വേരിയബിളിൻ്റെ സ്പേസ് ആണെന്ന് നോക്കി, ഇതൊരു വേരിയബിളിൻ്റെ സ്പേസ്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് 5 വേരിയബിൾ, 5 ഡാറ്റ, 5 യൂസറുടെ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് മേടിക്കാനുള്ള 5 ബോക്സ് ആണെന്ന് നോക്കി. ഓക്കെ, ഇതിനെ ഇങ്ങനെ ഒരു ഒറ്റ ബോക്സാക്കി മാറ്റിയിട്ട് ഇതിനെന്ത് ചെയ്യാണ്, ഒരു പേരിടാണ്. ഇതിനൊരു പേരിട്ടിട്ട് ഇതിൻ്റെ ഓരോ പൊസിഷനും ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷന് നമ്മൾ അറിയേണ്ട ഫസ്റ്റ് പൊസിഷന് നമ്മൾ പറഞ്ഞ പേര് 0th പൊസിഷൻ എന്നാണ്. പിന്നെ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. അപ്പോൾ ഇതാണ് ഒരു അറേയുടെ റെപ്രസെൻറ്റേഷൻ. അറേ എന്ന് പറഞ്ഞാൽ കുറേ വേരിയബിളായി കുറേ ഡാറ്റാസ് എന്ത് ചെയ്യും, ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിന് ഒരു പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓരോ പൊസിഷനിലും എന്ത് ചെയ്യും, നമുക്ക് ഓരോ പൊസിഷൻ ഒരു നമ്പർ ഉണ്ട്, ആ പൊസിഷൻ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്ത് ആ വാല്യൂ എടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഇവിടെ വെക്കുന്ന വാല്യൂ ചിലപ്പോൾ ഒരു 100 ആയിരിക്കാം, 150 ആയിരിക്കാം. അത് യൂസർ എത്രയാണ് ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ വെക്കൽ ഇവിടെ ആയിരിക്കും. പക്ഷേ എന്ത് ചെയ്യും, അതിന് ഓരോ പൊസിഷൻസും ഉണ്ട്. അപ്പോൾ ഇതാണ് അറേ എന്നുള്ള ബേസിക് സംഭവം. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. എവിടെ നിന്നാണ് തുടങ്ങുക, 0ത്തിൽ നിന്ന്. ഫസ്റ്റത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 അല്ല, 0 പൊസിഷൻ എന്ന് കറക്റ്റ് ആലോചിക്കണം. അതേപോലെ 5 ആണ് ഇതിൽ കൊള്ളുന്ന നമ്പേഴ്സ് അല്ലേ, 1 2 3 4 5. പക്ഷേ നമ്പർ നോക്കിയേ 4 ആണ്. അതായത് പൊസിഷൻ എന്ന് പറയുന്നത് 4 ആണ്. 4th പൊസിഷനിലാണ് എന്ത് ഉണ്ടാവുക, 5ാമത്തെ ഡാറ്റ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കണം. 0th പൊസിഷൻ മുതൽ ആ ഒരു എത്രയാണോ നമ്പർ ഉണ്ടായിരുന്നത് അതിൻ്റെ -1 അതായിരിക്കും എൻ്റെ ലാസ്റ്റ് പൊസിഷൻ. ഇതാണ് ഒരു അറയുടെ ബേസിക് കൺസെപ്റ്റ്. ഇനി ഈ അറ എങ്ങനെയാണ് കോഡിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുക? ഇപ്പോൾ നമ്മൾ സാധാരണ ഇൻഡ് എ അല്ലെങ്കിൽ ഇൻഡ് നമ്പർ നമ്മൾ ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അറേനെ എങ്ങനെയാണ് കോഡിൽ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാണ് ഈ കോഡ്. ഇതുണ്ടോ, ഇതിപ്പോൾ ഒരു ഇൻഡിജർ ടൈപ്പ് ഓഫ് ഡാറ്റ ഇടാനുള്ള ഈ ഒരു അറേനെ നമ്മൾ കോഡിൽ ഡിക്ലറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇതുണ്ടോ, ഇൻഡ് A5. നമ്മൾ സാധാരണ ഇൻഡ് എ എന്ന് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കാറാണ് ഇവിടെ ചെയ്യാറ്. ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. നമ്മൾ സാധാരണ ഈ പ്രിൻ്റ് എഫ് ഒക്കെ വിളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്കാൻ എഫ് ഒക്കെ വിളിക്കുമ്പോൾ ബ്രാക്കറ്റ് ഇങ്ങനെ ആംഗിൾ ബ്രാക്കറ്റ് ഉണ്ടാവുക. ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, സ്ക്വയർ ബ്രാക്കറ്റ് കോഡിങ് കണ്ടാൽ അപ്പോൾ മനസ്സിലാക്കാം അത് അറേ ആണെന്നുള്ളത്. അറേയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്ക്വയർ ബ്രാക്കറ്റ് വരുള്ളൂ. അപ്പോൾ ഇതിൽ 5 സൈസ് കൊടുത്തിട്ടുണ്ട്. ഈ 5 സൈസ് പറഞ്ഞതൊക്കെ 1 2 3 4 5, 0th മുതൽ 4th പൊസിഷൻ വരെ 5 സൈസ്. അപ്പോൾ 5 സൈസുള്ള ഇൻഡ് എ എന്നുള്ള പേരിലുള്ള ഒരു അറയാണ് ഈ അറ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ അറയിൽ ഈ പൊസിഷനിലോട്ട് നമുക്ക് ഒരു വാല്യൂ യൂസർ ഇടുന്ന അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് വെക്കണം എന്ന് വയ്ക്കാം. നമ്മൾ സാധാരണ വേരിയബിൾ വാല്യൂ ഇങ്ങനെ വയ്ക്കുക. ഇപ്പോൾ എ എന്നുള്ളൊരു വേരിയബിൾ വാല്യൂ വെക്കണേ എ അസൈൻ 10 എന്ന് പറയും. അപ്പോൾ ആ 10 എന്നുള്ള വാല്യൂ എ എന്നുള്ള വേരിയബിൾ വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വേരിയബിളിൽ വാല്യൂ അസൈൻ ചെയ്യാം. അതുപോലെ ഈ അറയുടെ 0th പൊസിഷനിൽ നമുക്ക് വാല്യൂ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അറയുടെ പേരെന്താണ്, അറയുടെ പേര് എ ആണ്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പേര് എ ആണ്. അപ്പോൾ 0th പൊസിഷനിലെ വാല്യൂ ആണ് നമുക്ക് വെക്കേണ്ടത്. വെറുതെ എ അസൈൻ എന്ന് പറഞ്ഞാൽ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ എന്താവില്ല, അറയിലോട്ട് വാല്യൂ പോകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുണ്ടോ, A0 എന്ന് പറഞ്ഞിട്ട് അതിലൊരു വാല്യൂ, ഒരു 15 എന്നുള്ള വാല്യൂ വെച്ച് AF അത് അതേമാതിരി അടുത്ത ഈ പൊസിഷൻ, 2ാമത്തെ പൊസിഷൻ അതിലോട്ടൊക്കെയാണ് A1, അതിലൊരു 27 എന്നുള്ള വാല്യൂ. ഞാനൊരു ഒരു ടെമ്പററി വാല്യൂ വയ്ക്കുകയാണ് 27 എന്നുള്ള വാല്യൂ വെച്ച്. അങ്ങനെ എല്ലാ പൊസിഷനിലും നമുക്ക് വയ്ക്കാൻ പറ്റും. A4ലും വാല്യൂ വെച്ചു.
ഇത് നമ്മൾ സാധാരണ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് വാല്യൂ വയ്ക്കുന്ന രീതിയാണ്. ഇനി ഇതിൽ ഈ A0 15 എന്നുള്ള വാല്യൂ വെച്ച് നമ്മൾ കോഡിൽ പ്രോഗ്രാമർ ഒരു വാല്യൂ വേരിയബിളിലോട്ട് വെക്കുകയാണ് ചെയ്തത്. നമുക്ക് എന്താ പറയുക, നമ്മളെപ്പോഴും എന്താ യൂസറുടെ ഇൻപുട്ട് മേടിച്ചിട്ടാണ് വാല്യൂ വെക്കുക എന്ന് പറഞ്ഞത്. യൂസറുടെ ഇൻപുട്ട് മേടിക്കാൻ നമ്മുടെ അടുത്ത് എന്താണുള്ളത്, വേരിയബിളോട്ട് വാല്യൂ വയ്ക്കാണ്. സ്കാനഫ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സ്കാനഫ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സ്കാനഫ് %d %a എന്നുള്ളൊരു വേരിയബിൾ അല്ലെങ്കിൽ ആ വേരിയബിൾ നെയിം എഴുതി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കീബോർഡിൽ നിന്ന് യൂസറിന് വാല്യൂ കിട്ടും. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്, ചുമ്മാ വേരിയബിൾ നെയിം എഴുതാൻ പറ്റില്ല, അവിടെ ആ പൊസിഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ A0 വാല്യൂ വെക്കണമെങ്കിൽ നമുക്ക് വെക്കേണ്ട സിൻടാക്സ് സ്കാനഫ് %d $a0. അതേപോലെ അടുത്ത പൊസിഷനാണ് സ്കാനഫ് %d $a1. അങ്ങനെ A2, A3, A4 വരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സ്കാനഫിൽ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പൊസിഷനിലോട്ടും വാല്യൂ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 നമ്പറിൻ്റെ 1000 കോഡ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അത്രയും മൾട്ടിപ്പിൾ നമ്പർ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുക എന്നുള്ളത് ഒരു നല്ല വഴിയല്ല. അങ്ങനെയാണ് പിന്നെ അറിയേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് എന്താണ്, അവിടെയാണ് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്, കുറേ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സൈക്കിൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പ് യൂസ് ചെയ്യും. ലൂപ്പ് നമ്മൾ യൂസ് ചെയ്ത് അല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ പ്രൈം നമ്പർ നമ്മൾ കണ്ടു, അതേമാതിരി സ്റ്റാറിൻ്റെ പ്രോഗ്രാം കണ്ടു. അതിനൊക്കെ എത്ര റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഒരേ സാധനം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത്. അതേപോലെ ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടാണ് പോണത്. ഒരു വാല്യൂ സ്കാനഫിലൂടെ ഒരു യൂസറിൽ നിന്ന് വാല്യൂ മേടിക്കുന്നത്, ഒരു പൊസിഷനിലോട്ട് വയ്ക്കുന്നത്. സ്കാനഫിലൂടെ യൂസറിൽ നിന്ന് വാല്യൂ മേടിക്കുന്നത്, ഒരു പൊസിഷനിലോട്ട് വയ്ക്കുന്നത്. സ്കാനഫിലൂടെ വീണ്ടും വാല്യൂ എടുക്കുന്നത്, ഒരു പൊസിഷനിലോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ ഒരു 1000 തവണ വാല്യൂ മേടിച്ച് വെക്കണമെങ്കിൽ ഈ ഒരു സ്കാനഫ് 1000 തവണ എഴുതുക എന്നുള്ളതല്ല നമ്മുടെ വഴി. നമുക്ക് എന്താണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനം നമുക്ക് എന്തിൽ എഴുതാൻ പറ്റും, ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതിയാൽ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. എന്താണ്, ഇവിടെ 0th പൊസിഷനാണ്, ഇവിടെ ഫസ്റ്റ് പൊസിഷനാണ്. ഒരു വാല്യൂ മാത്രമാണ് ഈ സ്കാനഫിൽ മാറുന്നത്. ശ്രദ്ധിച്ചു നോക്കി, %d A0 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ വരുന്ന വാല്യൂ മാത്രമാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫോർ ലൂപ്പ് എഴുതും. ഫോർ ലൂപ്പ് എഴുതിയിട്ട് I assign 0 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്താ വെച്ചാൽ നമുക്കറിയാം അറേയുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഏതാണ്, 0. അപ്പോൾ നമ്മൾ I assign 0 ഒരു വേരിയബിളിന് 0 എന്ന് വാല്യൂ വെച്ചു. I less than 5. അപ്പോൾ I എത്ര വരെ വർക്ക് ചെയ്യും, 0 1 2 3 4 വരെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആകുന്നതുകൊണ്ട് ലൂപ്പ് വർക്ക് ചെയ്യില്ല. പിന്നെ I++, അത് നമുക്കറിയാം I ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ഏത് ഇൻക്രിമെൻ്റ് ആയാലും ഒന്ന് Iനോട് എന്ത് ചെയ്യും, Iനോട് ഒന്ന് കൂടും. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്, സ്കാനഫിൽ %d $a ഇവിടെ എന്ത് വെക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഡൗട്ട് അല്ലേ. ഇവിടെ വെക്കുന്നതാണ് എന്ത്, ഇവിടെ 0 വയ്ക്കുക, 1 വയ്ക്കുക, 2 വയ്ക്കുക, 3 വയ്ക്കുക, 4 വയ്ക്കുക, ഇങ്ങനെ നമ്പർ ഓരോന്ന് വെക്കണം. ഇവിടെ നമുക്ക് ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, I assign 0 എടുത്തു, 0 less than 5 ആണോ, കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ശരിയാകുമ്പോഴാണ് സ്കാനഫിലോട്ട് വരുന്നത്. സ്കാനഫിൽ വന്നിരുമ്പോൾ %d $a ഓഫ് ഇവിടെ കണ്ടോ I. അപ്പോൾ ഇവിടെ Iയുടെ വാല്യൂ ഫസ്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ A0 എന്ത് വരും, യൂസറിൽ നിന്ന് മേടിക്കുന്ന ഫസ്റ്റ് വാല്യൂ വരും. എന്നിട്ട് ലൂപ്പ് ഇവിടെ എൻഡ് ചെയ്യുന്നതിന് മുന്നേ വീണ്ടും എന്ത് ചെയ്യും, എൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, I++ സംഭവിക്കും. Iയുടെ വാല്യൂ 1 കൂടും, Iയുടെ വാല്യൂ 1 ആയി മാറും. 1 less than 5 ആണ്, ശരിയാണ്, വീണ്ടും സ്കാനഫിൽ വരും. ഇവിടെ വരുമ്പോൾ A എന്നുള്ളത് 1 ആയിപ്പോയി. അത് നേരത്തെ A0 ആയിരുന്നു, ഇപ്പോൾ A1 ആയി. പിന്നെ A2 ആവും, A3 ആവും, A4 അങ്ങനെ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യും, ഓരോരോ സ്ഥലത്തോട്ട് നമുക്ക് യൂസറിൽ നിന്ന് വാല്യൂ മേടിച്ച് എന്ത് ചെയ്യും, ഓരോ കോളം നമ്മൾ എന്ത് ചെയ്യും, ഓരോ റോയും നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അറേയിൽ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ഇൻപുട്ട് ചെയ്യുക. സ്കാനഫൊക്കെ സെയിം നമ്മൾ പഠിച്ച സംഭവം തന്നെ, ഒറ്റ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു ലൂപ്പ് യൂസ് ചെയ്യും. ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൽ 0 1 2 3 എന്ന് പറഞ്ഞ നമ്പർ വരുത്താൻ നമുക്കറിയാം. ആ ഒരു കാര്യം യൂസ് ചെയ്തിട്ട് ഇവിടെ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ആ വേരിയബിൾ വയ്ക്കും. ഇവിടെ ഏത് വേരിയബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ വേരിയബിൾ ഈ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അപ്പോൾ പൊസിഷൻ ഓരോന്ന് ചാടിപ്പോവും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ അറയിലെ എല്ലാ വാല്യൂ ഇൻപുട്ട് ചെയ്യും. ഇനി പ്രിൻ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, സെയിം തന്നെ. നമ്മൾ പ്രിൻ്റ് എഫ് %d ഇവിടെ ആംബർസെൻ്റ് ഉണ്ടാവില്ല, അത് നമ്മൾ സാധാരണ വേരിയബിൾ പഠിച്ചാണ്, പ്രിൻ്റ് എഫിൽ ആംബർസെൻ്റ് ഉണ്ടാവില്ല. അത് സെയിം പോലെ A എന്ന് കൊടുക്കും. I എന്താണ്, I ഇവിടെ ഓരോ പ്രാവശ്യം ലൂപ്പ് മാറി വരുമ്പോൾ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ലൂപ്പും ഈ ഒരു ലൂപ്പ് കറക്റ്റ് മനസ്സിലായാൽ മാത്രമേ ഈ അറേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ലൂപ്പിൽ എന്ത് സംശയമുണ്ട്, വീണ്ടും ലൂപ്പിൻ്റെ കാര്യം ഒന്നുകൂടി എടുത്ത് നോക്കുക, 2-3 പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക, അത് ക്ലിയർ ആക്കുക. ലൂപ്പ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് ലൂപ്പിൽ എങ്ങോട്ടാണ് ആദ്യം വരിക, പിന്നെ എങ്ങോട്ടാണ് പോവുക, പിന്നെ എങ്ങനെ സംഭവിക്കുക, പിന്നെന്താ സംഭവിക്കുക, ഈ കറക്റ്റ് ഫ്ലോ കിട്ടണം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലൂപ്പിൻ്റെ കറക്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ അറേ എന്നുള്ള സിമ്പിൾ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യമാണ് അറേ എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അറേ വെച്ചിട്ട് നമുക്കൊരു
ഒരു അറേ ഇതുപോലെ ഒരു വാല്യൂ കുറച്ച് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുക, അതേപോലെ ആ വാല്യൂ എന്ത് ചെയ്യുക നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം യൂസർക്ക് തന്നെ. ചെയ്ത് നോക്കാം. അറേ ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ 5 ഡിജിറ്റ് അറേയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. 5 ഡിജിറ്റല്ല 5 സൈസുള്ള അറേയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇവിടെ ഹലോ വേൾഡ് പ്രോഗ്രാം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറേ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള പേരിലുള്ള ഈ പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനുള്ള സമയം കളയുന്നില്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രിൻ്റ് ഓഫ് ഹലോ വേൾഡ് ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, യൂസറോട് എൻ്റർ ചെയ്യാൻ പറയാം. ഈ അറേ ആണെങ്കിലും നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ പൊസിഷൻ ഉണ്ടാവും, ഒരു പേരിലാണെന്നേ ഉള്ളൂ. യൂസറിന് മനസ്സിലാവണം എന്ത് അറേ എൻ്റർ ചെയ്യാൻ ആ സമയം ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസറോട് നമ്മൾ എന്ത് പറയും, എൻ്റർ വാല്യൂസ്. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിന് ഒരു 5 ഡിജിറ്റ് ഉള്ള 5 സൈസുള്ള അറേയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റർ വാല്യൂസ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നോർമലി എങ്ങനെ ചെയ്യുക, ഇവിടെ സ്കാനഫ് എഴുതും. സ്കാനഫ് എഴുതിയിട്ട് എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ %d, ആംപർസെൻഡ് ഒരു അറേ ഓക്കെ അറേ ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അറേ ഡിക്ലെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റിജർ അറേയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അറേ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇൻഡ് സ്പേസ് അറേയുടെ പേര് ഞാൻ എ ആണ് കൊടുക്കണമെന്ന് വെച്ചു. സാധാരണ എ വേരിയബിൾ കൊടുക്കുമ്പോൾ നമ്മളിവിടെ സെമിക്കോളിനാണ് ഇടാറ്. നമ്മൾ അതിന് പകരം നമുക്ക് എന്ത് സെമിക്കോളിന് തൊട്ട് മുന്നേ ആയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൽ നമ്മൾ എന്ത് എത്ര സൈസുള്ള അറേയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ സൈസ് എത്ര മെൻഷൻ ചെയ്യാം, സൈസ് 5 ആണ് നമ്മൾ പറഞ്ഞത്. 5 അതിനുള്ളിൽ മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻഡ് എ ഓഫ് 5. അപ്പോൾ 5 സ്പേസ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ അറേയിലോട്ട് നമുക്ക് വാല്യൂ വയ്ക്കാം. നമ്മൾ ഇത്രയും നേരം അതായത് ലൂപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഇതാണ് നമുക്ക് ഏക വഴി. എന്താണ്, എ ഓഫ് 0 ഇൻസേർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ കോമ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ %d എന്നുള്ള രീതിയിൽ 5% ഇടുക. എന്നിട്ട് എ ഓഫ് 0, എ ഓഫ് 1, എ ഓഫ് 2, എ ഓഫ് 3, എ ഓഫ് 4 വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് അറേയിൽ വാല്യൂ ഇൻസേർട്ട് ആവും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ 5 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇൻപുട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ചില കേസിൽ ഇപ്പോൾ ഒരു 100 നമ്പേഴ്സൊക്കെ ഉണ്ട്, നമ്മൾ %d 100 വർഷം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സ്കാനഫിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം റിപ്പീറ്റ് സെയിം സംഭവം റിപ്പീറ്റ് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. നമ്മൾ ഫോർ ലൂപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർ ലൂപ്പിലോട്ട് നമുക്ക് എഴുതാം i <5 ആണ് നമ്മളെ സൈസ് പറഞ്ഞത്. നമ്മൾ ഇവിടെ ഇൻഡ് i എന്നുള്ള ഡിക്ലെയർ ചെയ്യണം. i ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം സ്കാനഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ എ ഓഫ് 0 എന്ന് ഫോർ ലൂപ്പിനുള്ളിൽ എഴുതി എന്ത് സംഭവിക്കും, ഓരോ പ്രാവശ്യം ഇപ്പോൾ i 0 ആയിട്ട് ഒരു ലൂപ്പ് പ്രാവശ്യം വർക്ക് ചെയ്യും. i <5 ആണോ കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിനുള്ളിൽ സ്റ്റേറ്റ്മെൻറ്റോട് സ്കാനഫിനുള്ളിൽ എ ഓഫ് 0 ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എ ഓഫ് 0 ഒരു പ്രാവശ്യം ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞ് വീണ്ടും i ഇൻക്രിമെൻ്റ് ആയി i 1 ആയി. വീണ്ടും സ്കാനഫ് വർക്ക് ചെയ്യുമ്പോൾ എന്താ വർക്ക് ചെയ്യുള്ളൂ, സ്കാനഫ് എ ഓഫ് 0 വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എ ഓഫ് 0 അതായത് അറേയുടെ ഫസ്റ്റ് പൊസിഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞേ, ആ ഫസ്റ്റ് പൊസിഷനിലോട്ട് മാത്രം വാല്യൂ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ അതല്ല വേണ്ടത്. നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് എ ഓഫ് 0 വരണം, പിന്നെ എ ഓഫ് 1 വരണം, എ ഓഫ് 2 വരണം, അങ്ങനെ മാറി പോകണം. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ആംപർസൻഡ് എ ഓഫ് 0 പകരം നമുക്ക് ഈ ഒരു ലൂപ്പിൽ എന്താ പറയുക, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ i എന്നുള്ള വാല്യൂ ശ്രദ്ധിക്കുക. i ഒരു പ്രാവശ്യം ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ i 0 ആണ്. പിന്നെ i ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് വരുമ്പോൾ i 1 ആയി. പിന്നെ i വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ 2 ആയി, i 3 ആയി. അങ്ങനെ i ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് സ്കാനഫിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെയാണ്. ഈ സ്കാനഫിലോട്ട് വരുന്ന സമയത്ത് ഇതിങ്ങനെ വാല്യൂ എന്ത് ചെയ്യണം, 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പോവുകയും വേണം. അപ്പോൾ നമുക്ക് മനസ്സിലായി i എന്നുള്ള വേരിയബിൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ഓരോ പൊസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അപ്പോൾ നമുക്ക് ഇവിടെ i എന്നുള്ള വേരിയബിൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്, സ്കാനഫ് % ആംപർസൻഡ് എ ഓഫ് i ഇവിടെ 1% ഇടുന്നുള്ളൂ. എന്തുകൊണ്ടാണ്, സ്കാനഫിൽ ഒരു വാല്യൂ എടുക്കുന്നുള്ളൂ. പക്ഷേ വെക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക, എ ഓഫ് i ആദ്യം എ ഓഫ് 0 വയ്ക്കും, പിന്നെ എ ഓഫ് 1 വയ്ക്കും, എ ഓഫ് 2 വയ്ക്കും, അങ്ങനെ ഓരോരോ പൊസിഷൻ വെച്ചിട്ട് പോകും.
അപ്പോൾ എ ഓഫ് ഐയിലോട്ട് വാല്യൂ വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു ഇതേ സെയിം ഫോർ ലൂപ്പ് തന്നെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രിൻ്റ് എഫിൽ ആദ്യം നമുക്ക് യൂസറോട് പറയാം എൻ്റേഡ് വാല്യൂ പ്രിൻ്റ് എഫ് എൻ്റേഡ് വാല്യൂസ് ആർന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെർസെൻറ്റേജ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ കൊടുക്കാം വേണമെങ്കിൽ എ ഓഫ് 0. ഓക്കെ, വീണ്ടും പെർസെൻറ്റേജ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, വീണ്ടും വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് കാണാം. ബിൽഡ് ചെയ്തു, സേവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതായത് ആ എഡിറ്റ് ചെയ്യുന്ന ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ സേവ് ചെയ്യില്ല. റൺ ചെയ്യുമ്പോൾ മിക്കവാറും സേവ് ആയിരിക്കും നോട്ടെ. അപ്പോൾ ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റൺ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് ഉണ്ട്, കൺസോളിൽ എൻ്റർ വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്കിപ്പോൾ ഇതിൽ പ്രോഗ്രാമർ യൂസറും നമ്മളായതുകൊണ്ടാണ് 5 സൈസ് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ യൂസർക്ക് അറിയില്ല അറയുടെ സൈസ് എത്രയാണെന്നുള്ള അറിയാത്ത കേസിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് 10 എൻ്റർ ചെയ്തു, ഒരു 5 എൻ്റർ ചെയ്തു, 20 എൻ്റർ ചെയ്തു, 35 എൻ്റർ ചെയ്തു, 20 എൻ്റർ ചെയ്തു. അഗെയിൻ എൻ്റേഡ് വാല്യൂസ് ആർ 10 എന്ന് മാത്രമേ ഉള്ളൂ. ഈ 10 എവിടുന്ന വന്നത്? ഈ 10 വന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. എൻ്റേഡ് വാല്യൂസ് ആർ പെർസെൻറ്റേജ് നമ്മൾ എ ഓഫ് 0 മാത്രമേ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തുള്ളൂ. അത് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത 10 ആ ഡിജിറ്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ നമുക്ക് എന്താ വേണ്ടത് ശരിക്കും, ആ എല്ലാ നമ്പേഴ്സും നമുക്കൊരു ഡിസ്പ്ലേ ആണ്. ഒരു വഴി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ഒരു 5 എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, എ ഓഫ് 0, എ ഓഫ് 1, എ ഓഫ് 2, എ ഓഫ് 3, എ ഓഫ് 4, എ ഓഫ് 5 എന്ന് വരെ എഴുതാം. അത് എഴുതി കഴിയുമ്പോൾ 5 വാല്യൂസ് പ്രിൻ്റ് ആവും. പക്ഷേ ഈ 5 വാല്യൂസ് ആണെന്ന് നമുക്കിവിടെ പ്രോഗ്രാമർക്ക് അറിയുന്നതുകൊണ്ടാണ്. അടുത്തൊരു കേസ് വരുന്നുണ്ട്, അതായത് ഈ 5 എന്നുള്ള സൈസ് നമുക്ക് പ്രോഗ്രാമർക്ക് അറിയില്ല. യൂസർ തീരുമാനിക്കുന്ന അത്ര എൻ്റർ ചെയ്യേണ്ടി വരും ഡാറ്റ. യൂസർ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത് പ്രോഗ്രാമർക്ക് 5 വാല്യൂ ആണ് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാം വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കാര്യം പറഞ്ഞുതരാം. എൻ്റർ വാല്യൂസ് ആർ പെർസെൻറ്റേജ് എ ഓഫ് 0 എന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു, സെയിം ഫോർ ലൂപ്പ് തന്നെയാണ്. ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. പ്രിൻ്റ് എഫിൽ നമ്മൾ എന്ത് ചെയ്യും, സ്കാനഫിൽ എഴുതിയ പോലെ അതേപോലെ തന്നെ പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ഐ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എ ഓഫ് ഐ എന്നുള്ള വാല്യൂകൾ കൊടുക്കാം നമുക്ക്. ഇനി എന്ത് ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യണ കേസിൽ, അതായത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുമല്ലോ, അവിടെ പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞിട്ട് റൺ ചെയ്യണ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഫയൽ സേവ് ആയിക്കോളും. അപ്പോൾ പിന്നെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യുക, റൺ ചെയ്തപ്പോൾ എൻ്റർ വാല്യൂസ് പറഞ്ഞു 20, 30, 10, 4, 2. എൻ്റേഡ് വാല്യൂസ് ആർ എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ പ്രിൻ്റ് എഫ് മൊത്തം എടുത്തിട്ട് നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റേഡ് വാല്യൂസ് ആർ 20, അടുത്ത പ്രാവശ്യം വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പ്രിൻ്റ് എഫ് വീണ്ടും വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റേഡ് വാല്യൂസ് ആർ 20, അടുത്ത എ ഓഫ് 1, എൻ്റേഡ് വാല്യൂസ് ആഫ് അടുത്ത എ ഓഫ് 2, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വാല്യൂ പ്രിൻ്റ് ചെയ്യണ പെർസെൻറ്റേജ് ഡി വരെയുള്ള കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ മതി. ബാക്കി എൻ്റേഡ് വാല്യൂസ് ആർ എന്നുള്ളത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിലും അല്ലാതെ നമുക്കൊരു പ്രിൻ്റ് എഫ് കൂടി എഴുതാം. അതിനുള്ളിൽ എന്ത് ചെയ്യുക, എൻ്റേഡ് വാല്യൂസ് ആണെന്ന് എഴുതിയിട്ട് എഴുതുക. ഇനി റൺ ചെയ്യാൻ കൊടുക്കുക. എൻ്റേഡ് വാല്യൂസ് ആർ ഇപ്പോൾ എൻ്റേഡ് വാല്യൂസ് ആർ വന്നിട്ടുണ്ട്. 20 വന്നിട്ടുണ്ട്, 30 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഒരൊറ്റ ഡിജിറ്റ് ആയിട്ടല്ലേ ഫീൽ ചെയ്യണത്. അപ്പോൾ നമുക്കിവിടെ കോമയോ സ്പേസ് എന്തെങ്കിലും വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് എവിടെ കോമ ഇടാൻ പറ്റും ഇതിൽ? ഈ ഒരു കേസിൽ ഈ കോമ നമുക്ക് പെർസെൻറ്റേജ് ഡി കഴിയുമ്പോൾ ഇട്ടാനുള്ള കാര്യം നോക്കിയാൽ ഒരു കോമ ഇട്ട് കൊടുത്ത്, അപ്പോൾ എന്താണ്, റൺ ചെയ്ത് നോക്കാം. ട്വൻറ്റി കോമ 10, 4, 5 കഴിഞ്ഞിട്ട് ഒരു കോമയും കൂടെ ഉണ്ട്. അപ്പോൾ ആ കോമ ഒഴിവാക്കുക. അപ്പോൾ അതിനേക്കാളും കോമേനേക്കാളും ബെറ്റർ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു സ്പേസ് ഇടുക, അല്ലെങ്കിൽ പുതിയൊരു സാധനം കാണിച്ചു തരാം. ഒരു /t എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ടാബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ടാബ് /t തന്നെയല്ലേ നോക്കട്ടെ.
യെസ് 20 കഴിഞ്ഞിട്ട് ടാബ് ഇട്ടു, എന്നിട്ട് 30 വന്നു, എന്നിട്ട് ടാബ് ഇട്ട് 20 വന്നു, അടുത്ത 4 ഒരു സ്പേസ് ഇട്ടിട്ട് വന്നു. അപ്പോൾ 5 കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാവില്ല. അതുകൊണ്ട് അങ്ങനെ സിമ്പിളായിട്ട് അത് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു 5 വാല്യൂസ് ഒരു അറയിലോട്ട് ഇൻസേർട്ട് ചെയ്ത്, അത് യൂസറുടെ നിന്ന് മേടിച്ച് നമ്മൾ അതേപോലെ 5 വാല്യൂസ് എന്ത് ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 5 വാല്യൂസ് എന്നുള്ളത് നമുക്ക് മാറ്റാൻ പോകണം. ഈ 5 വാല്യൂസ് ഇവിടെ പ്രോഗ്രാമർക്കും, അതായത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ പ്രോഗ്രാമർ, കൺസോളിൽ വർക്ക് ചെയ്യുന്ന യൂസറും നമ്മൾ തന്നെയാണ്. ഈ കേസിൽ നമുക്ക് രണ്ടും അറിയുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് യൂസർ എത്ര എൻ്റർ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമർക്ക് അറിയില്ല. അതായത് നമ്മൾ സിസ്റ്റത്തിലിരിക്കണം, നമുക്ക് അറിയില്ല യൂസർ എത്ര നമ്പറാണ് ഒരു അറയിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കേസാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ആ ഒരു കേസാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ പോലെ ഒരു, അതായത് എത്രയാണ് സൈസ് വേണ്ടതെന്നും കൂടി യൂസറോട് ആദ്യം ചോദിക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, അറേ ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ രീതിയിലും ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഒരു വേരിയബിൾ വയ്ക്കുക, ഒരു ലിമിറ്റ് എന്നുള്ളൊരു വേരിയബിൾ വെച്ചു. എന്നിട്ട് എൻ്റർ വാല്യൂസിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫിൽ എൻ്റർ അറേ ലിമിറ്റ് എന്ന് കൊടുത്ത്, അപ്പോൾ അറേയുടെ ലിമിറ്റ് എത്രയെന്ന് യൂസറോട് ചോദിക്കുകയാണ്. അപ്പോൾ യൂസർ എന്ത് ചെയ്യാണ്, ഒരു നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യുള്ളൂ. അറേയുടെ ലിമിറ്റ് എൻ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അറേയുടെ സൈസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അറേയുടെ സൈസ് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, സ്കാനഫിൽ എന്ത് ചെയ്യണം, %d, ആംപർസെൻഡ് ലിമിറ്റ് അല്ലേ. ഈ ലിമിറ്റ് എന്നുള്ള വേരിയബിളോട്ടാണ് എന്ത് ചെയ്യണത്, എന്താണ് ആ സൈസ്, അറേയുടെ സൈസ് മേടിക്കണത്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റർ വാല്യൂസ് പറയുന്നുണ്ടല്ലോ ഇവിടെ യൂസറോട്, അവിടെ എൻ്റർ വാല്യൂസ് യൂസർ എത്ര എൻ്റർ ചെയ്യും. ഇവിടെ നമ്മൾ അറേയുടെ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് 5 ആണ്. അപ്പോൾ 5 തവണ നമ്മൾ നമ്പർ എന്ത് ചെയ്യുള്ളൂ, യൂസറിൽ നിന്ന് മേടിക്കുകയുള്ളൂ. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിമിറ്റിലാണ് ഈ സൈസ് കിടക്കുന്നത്, അല്ലാതെ എന്തിലല്ല. 5 എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രോഗ്രാമർക്ക് ഒരു സംഖ്യ അവിടെ വയ്ക്കാൻ പറ്റില്ല. യൂസർ പറഞ്ഞ ഒരു ലിമിറ്റ് എന്നുള്ള വേരിയബിൾ എൻ്റർ ചെയ്ത് വരും, അതിലാണ് നമ്മൾ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ i<5 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ലിമിറ്റ് എന്നുള്ള ഈ വേരിയബിൾ കൊടുക്കുക. അപ്പോൾ എന്തായി, യൂസറോട് ചോദിക്കുകയാണ് എത്രയാണ് അറേയുടെ ലിമിറ്റ്. അപ്പോൾ യൂസർ പറയുകയാണ് 25. ഓക്കെ 25. അപ്പോൾ 25 സൈസുള്ള ഒരു അറയിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കേസിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അറേയുടെ എയുടെ സൈസ് എത്ര 5 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിലൊരു മാക്സിമം സൈസാണ് ഇനീഷ്യലി ഡിഫാൾട്ടായിട്ട് കൊടുക്കുക. വേറെ കുറേ ഓപ്ഷൻ ഉണ്ട്, സിയിൽ ഇങ്ങനെ അൺലിമിറ്റഡ് സൈസൊക്കെ ഉള്ളത്, നമുക്ക് എത്രയാണെന്ന് അറിയാത്തതിനൊക്കെ നമുക്ക് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഉണ്ട് സിയിൽ. അത് കുറച്ച് പോയിൻറ്റേഴ്സും കുറച്ച് കാര്യങ്ങളും വേറെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തൽക്കാലം ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, A(100) പഠിച്ചാൽ മതി. മറ്റേത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ പോയിൻ്റർ കൺസെപ്റ്റ് ഒന്നുമില്ല. ഈ ഒരു ഇങ്ങനത്തെ അറേയുടെ സൈസ് തന്നെയാണ്. അല്ലാതെയും ലിമിറ്റ് ഇല്ലാതെയും സൈസ് വയ്ക്കുന്ന വേറെ കുറേ ഒബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യണം ഒരു മാക്സിമം സൈസൊക്കെ നമ്മൾ വയ്ക്കും. ഒരു 1000 അല്ലെങ്കിൽ 1000 ഒക്കെ നമുക്ക് വയ്ക്കാം. ഓക്കെ, നമുക്കൊരു 100 വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അറേയുടെ ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ലിമിറ്റ് വന്നു, എൻ്റർ വാല്യൂസ് പറഞ്ഞു. അപ്പോൾ അറേയുടെ സൈസ് എത്രയായി, ലിമിറ്റ് വെച്ചിട്ട് അറേയുടെ സൈസായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും അതുപോലെ ഈ പ്രിൻ്റ് ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ 5 ആണ് കൊടുത്തിരിക്കുന്നത്. 5 അല്ല, നമുക്ക് ഇപ്പോൾ എന്താണ് സൈസ്, ലിമിറ്റാണ്. യൂസർ പറയണതാണ് നമ്മുടെ സൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചോദിക്കണം, നേരത്തെ ചോദിച്ചത് എൻ്റർ വാല്യൂസ് ആയിരുന്നു. ഇപ്പോൾ ചോദിക്കണം എന്താ, എൻ്റർ അറേ ലിമിറ്റ് എന്നാണ്. ഞാൻ കൊടുക്കുന്നത് എത്രയാണ്, 10 ആണെന്ന് നോക്കി. അറേ ലിമിറ്റ് 10 കൊടുന്നു. അപ്പോൾ എൻ്റർ വാല്യൂസ് എത്ര എൻ്റർ ചെയ്യേണ്ടി വരും നോക്കാം നമുക്ക്. 20 എൻ്റർ ചെയ്തു, 3 എൻ്റർ ചെയ്തു, 5 എൻ്റർ ചെയ്തു, 12 എൻ്റർ ചെയ്തു, 89 എൻ്റർ ചെയ്തു, 67 എൻ്റർ ചെയ്തു, 56 എൻ്റർ ചെയ്തു, 45 എൻ്റർ ചെയ്തു, 34 എൻ്റർ ചെയ്തു, 54 ആണോ. എത്ര നമ്പർ ഉണ്ട്, 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഉണ്ടാവും 10 വാല്യൂസ് നമ്മൾ അറയിലോട്ട് ഇൻസേർട്ട് ചെയ്തു. ആ വാല്യൂസ് അതേപോലെ പ്രിൻറ്റ് ചെയ്തു. ഇവിടെ 2 കാര്യങ്ങളുണ്ടായത്. ഒന്ന്, ഫോർ ലൂപ്പ് വെച്ചിട്ട് അറയിലോട്ട് വാല്യൂസ് ഫോർ ലൂപ്പ് വെച്ച് എടുക്കണം. അറയുടെ സൈസ് എത്രയെന്നുള്ള യൂസറോട് എന്ത് ചെയ്യണം, അതിന് മുന്നേ ഒരു വേരിയബിളോട്ട് എടുക്കണം. നമ്മൾ നോർമലി ഇൻറ്റിജർ വേരിയബിളോട്ട് അറയുടെ സൈസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് അറേ റിസീവ് ചെയ്യണം, അറേ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അറേ ഗെറ്റ് ചെയ്യണം. അറേ ഗെറ്റ് ചെയ്യണതും അറേ ഇൻപുട്ട് ചെയ്യണതും അറേ ഔട്ട്പുട്ട് ചെയ്യണതും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് എന്താണ് അറേ ഇൻപുട്ട് ചെയ്ത് നോക്കുക, അറേ ഡിഫറൻറ്റ് സൈസ് കൊടുത്ത് നോക്കുക, എന്നിട്ട് അതിലോട്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ആ ഒരു ഫോർ ലൂപ്പ് സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക, അതിലോട്ട് വാല്യൂസ് വരുത്താൻ നോക്കുക, അത് അതേപോലെ പ്രിൻറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കും. എല്ലാവരും അറേ ഇൻപുട്ട് ചെയ്യണതും ഔട്ട്പുട്ട് ചെയ്യണതും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ അത് പെട്ടെന്ന് ആ ഒരു ലൂപ്പിൻ്റെ കൺസെപ്റ്റും ഇതുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി നമുക്ക് അറയിലോട്ട് ഇൻപുട്ട് ചെയ്ത് അതേപോലെ യൂസർക്ക് നമ്മൾ ഔട്ട്പുട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻപുട്ട് ചെയ്ത കുറച്ച് ഡാറ്റ നമ്മൾ സെയിം സൈസ് തന്നെ വെക്കുന്നത് 5 സൈസ് ഉണ്ടെന്ന് വെക്കുക. ഈ
5 വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ അറേയിലെ മൊത്തം വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. അതിൻ്റെ മൊത്തം സമ്മ് കാണണം. അത് ഓരോ പൊസിഷനിലുള്ള വാല്യൂസ് എടുത്തിട്ട്, ഇപ്പോൾ ഇവിടെ ഒക്കെ ഓരോ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കും, നിങ്ങൾ സ്കാനഫ് വഴി ഓരോ വാല്യൂ എടുത്തിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഒറ്റ റിസൾട്ട് കിട്ടും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ 5 വാല്യൂസ് യൂസറുടെ അടുത്ത് മേടിക്കാൻ പോകുന്ന 5 വാല്യൂസാണ്. യൂസറുടെ 5 വാല്യൂസ് നമ്മൾ മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോണ്, യൂസർക്ക് എത്ര റിസൾട്ട് കൊടുക്കാൻ പോകുന്നത്? 5 റിസൾട്ട് അല്ല, ഒറ്റ റിസൾട്ട്. ടോട്ടൽ കണ്ടിട്ട് ഒരു വേരിയബിൾ നമുക്കൊരു സംഖ്യ ഉണ്ടാവും. ആ സംഖ്യ യൂസർക്ക് കാണിച്ചു കൊടുക്കും. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ആ രീതിയിൽ തന്നെ 5 വാല്യൂസ് എന്ത് ചെയ്യുക, മേടിക്കാൻ എല്ലാവർക്കും അറിയാം ഓൾറെഡി. എന്താണ് അറേ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറേ ഡിക്ലെയർ ചെയ്യുക, 5 സൈസ് കൊടുത്തിട്ട് അറേ ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് ആ അറേ സ്കാനഫിലൂടെ എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് എഴുതിയിട്ട് 5 വാല്യൂസ് മേടിച്ച്, ആ 5 വാല്യൂസ് മേടിച്ച വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഓരോ പൊസിഷൻ തമ്മിൽ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഓരോ എന്താ പറയുക 1 to 10 അല്ലെങ്കിൽ 1 to 100 ലിമിറ്റുള്ള സംഖ്യനെ നമ്മൾ ആഡ് ചെയ്ത പ്രോഗ്രാം ഓർമ്മ ഉണ്ടോ? ഒരു 2ാമത്തായിട്ടോ 3ാമത്തായിട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ലൂപ്പിനുള്ളിൽ ഇപ്പോൾ ഹൈറ്റ് എന്താ പറയുക, ഒരു 10 ആണ് യൂസർ ലിമിറ്റ് എൻ്റെതെങ്കിൽ 1 2 3 4 5 അല്ല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലെ നമ്മൾ ലൂപ്പ് പഠിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടെ നമ്മൾ എന്നുള്ള ഒരു വാല്യൂ, അതായത് 1 2 3 4 5 6ൻ്റെ എല്ലാത്തിനും ടോട്ടൽ സമ്മ കണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ പൊസിഷനിലുള്ള ഓരോ വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 10 ഉള്ളത്, ഇവിടെ 20 ഉള്ളത്, 10 20 30 ആഡ് ചെയ്തു. ഇവിടെ അടുത്ത പൊസിഷനിലുള്ള വാല്യൂ ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്ത് അങ്ങനെ ടോട്ടൽ ഒരു നമ്പറിലോട്ട് എത്തിക്കുക. ടോട്ടൽ സംഖ്യ എത്രയാണ്, അതാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യുക. നമ്മൾ മറ്റേ പ്രോഗ്രാം ചെയ്ത് അതേപോലെ ഒന്ന് വേണമെങ്കിൽ ആ പ്രോഗ്രാം ഒന്ന് റെഫർ ചെയ്ത് നോക്കട്ടെ. നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഓൾറെഡി ഉണ്ടാവും, നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പ്രൊജക്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അതിൻ്റെ വ്യത്യാസവും ഇതിൻ്റെ വ്യത്യാസവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യണം, ഒന്ന് നോക്കാം. നമുക്ക് സമ്മ് എന്നുള്ളൊരു വേരിയബിളിൽ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ സമ്മ് 0 എന്ന് എഴുതുമ്പോൾ ഇതൊരു വേരിയബിൾ ഡിക്ലറേഷന് മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം. നമ്മൾ സിമ്പിളായിട്ട് എഴുതി വെക്കുകയാണ് കാര്യം മാത്രം. ഇതിന് മുന്നേ എന്തൊക്കെയുണ്ട്, ഒരു അറേ ഡിക്ലെയർ ചെയ്യണം, അറേയിലോട്ട് വാല്യൂസ് എടുക്കണം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞതിന് ശേഷം ലൂപ്പിലോട്ട് വരികയാണ്. ലൂപ്പിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ISI 0 i++, ഇത് പറയണ്ടല്ലോ. അത് എന്ത് ചെയ്യാണ്, 0 മുതൽ n വരെ. ഈ n എന്നുള്ളത് എന്താണ്, ഈ n എന്താണ്, n എന്നുള്ളത് അറേയുടെ സൈസാണ്. അറേയുടെ സൈസ് നമുക്കിപ്പോൾ 5 ആണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അറേ ഡിക്ലെയർ ചെയ്ത് ഇപ്പോൾ എത്രയാണ് സൈസ് കൊടുത്തിട്ടുള്ളത്, ആ സൈസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ യൂസറോട് ചോദിക്കുക. വേറൊരു നമ്മളിപ്പോൾ ഇൻപുട്ട് ചെയ്തപ്പോൾ യൂസറോട് മേടിച്ച് സൈസ് ചോദിച്ചിട്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് n തന്നെ വെച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ n ഇവിടെ വെച്ചിട്ടുണ്ട് സൈസ് ലിമിറ്റ്. അത് നിങ്ങൾക്ക് സ്റ്റാറ്റിക്കായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ യൂസറോട് എന്ത് ചെയ്യുക, സൈസ് എത്ര വേണമെന്നുള്ളത് ചോദിച്ചിട്ടും വയ്ക്കാം. 2 രീതിയിൽ യൂസ് ചെയ്യാം. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ സമ്മ് എന്നുള്ള വേരിയബിളിലോട്ട്, അതായത് ഇവിടെ എത്രയാണ് ഉള്ളത് 0, ഈ 0ലോട്ട് ഇവിടെ എന്താ കൂട്ടുന്നത്, a(i) അറിയാം. ലൂപ്പിൽ ഇറ്ററേഷൻ നമുക്കറിയാം എങ്ങനെയാണ്. ഒന്ന് ആദ്യം മുതൽ ഒന്നുകൂടി പറയുകയാണ്, ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണം. ഒരു ലൂപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിങ്ങനെ ലൂപ്പിലിങ്ങനെ ആലോചിച്ചിരിക്കുക. ലൂപ്പിൻ്റെ ഫസ്റ്റ് 0th പൊസിഷൻ മുതൽ ആലോചിക്കുക, ഇനീഷ്യലൈസേഷൻ മുതൽ ചിന്തിക്കുക. ISI 0 എടുത്ത് 0 n ആണോ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ സമ്മിൽ എന്താണുള്ളത് 0 ഉള്ളത്. 0 + a(i) ഐയുടെ വാല്യൂ ഇപ്പോൾ 0 ആയതുകൊണ്ട് a(0). ഇവിടെ എന്തുണ്ട്, ഇവിടെ നമുക്കിപ്പോൾ ഒരു 25 10 20 40 50 25 10 20 40 50 ഈ സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സം ഓഫ് 0ൽ എന്ത് ചെയ്യാണ്, a(0) എന്താ ഉള്ളത് 25 എന്നുള്ള വാല്യൂ ഉള്ളത്. 25 എന്തിനോട് ആഡ് ചെയ്യും, സമ്മിനോട് ആഡ് ചെയ്യും. അപ്പോൾ 25ഉം സമ്മും കൂടെ ആഡ് ചെയ്യുമ്പോൾ സമ്മിൽ ഓൾറെഡി 0 ഉണ്ടായിരുന്നു, 25 സമ്മിലോട്ട് വന്നു. ഇത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, ലൂപ്പിൻ്റെ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം, നേരെ i ഇൻക്രിമെൻ്റ് ആവും. ഐയുടെ വാല്യൂ എത്രയായി മാറും, 1 ആയി മാറും. 1 n ആണോ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ നേരെ ഇങ്ങോട്ട് വന്ന്. ഇവിടെ സമ്മിൽ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ 25 ഉണ്ട്. ആ 25 ആണ് ഇവിടെ ഉണ്ടാവുക. ആ 25 + a(i) എത്രയാണ്, ഇവിടെ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. അപ്പോൾ a(1) ഇവിടെ എത്ര ഉണ്ടായിരുന്നത് 20 അല്ലേ. 20 വാല്യൂ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, 25ഉം 20ഉം കൂടി ആഡ് ചെയ്യും, സമ്മിലോട്ട് വയ്ക്കും, 45 ആവും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ വീണ്ടും എന്ത് ചെയ്യും, ലൂപ്പിൽ ഇൻക്രിമെൻ്റ് ആവും. ഐയുടെ വാല്യൂ 2 ആയി മാറും.
വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോരോ പൊസിഷനിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ വാല്യൂസ് സമ്മിനോട് കൂടി ആഡ് ചെയ്ത് ലാസ്റ്റ് പൊസിഷൻ വരെ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴേക്ക് ഓരോ പൊസിഷനിലുള്ള സമ്മിലോട്ട് ആഡ് ചെയ്യും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, സമ്മിൽ വാല്യൂ എന്തുണ്ടാവും, ഇതിൻ്റെ ടോട്ടൽ സംഖ്യ വന്നിട്ടുണ്ടാവും. ഈ സംഖ്യ എന്ത് ചെയ്യും, സമ്മിൽ വന്നിരിക്കുന്നത് ഈ ലൂപ്പ് കഴിയുമ്പോൾ ലൂപ്പ് കഴിയുമ്പോൾ കേട്ടോ, ലൂപ്പിനുള്ളിലല്ല. ലൂപ്പ് എന്തുകൊണ്ടാണ്, ഓരോ പ്രാവശ്യം ഐട്രേഷനുള്ളിൽ നമുക്ക് റിസൾട്ട് കാണിക്കേണ്ടതുണ്ടോ, യൂസർക്ക് എത്ര റിസൾട്ട് കാണിക്കണം, ശ്രദ്ധിക്കേണ്ടത്. പലരും ഈ ഒരു ലൂപ്പിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ലൂപ്പിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ചെയ്യണോ ലൂപ്പിൻ്റെ പുറത്ത് പ്രിൻറ്റ് ചെയ്യണോ. ലൂപ്പിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, ഓരോ പ്രാവശ്യം ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസർക്ക് റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, യൂസർ 5 വാല്യൂ ആണ് തരുന്നത്, യൂസർക്ക് 1 വാല്യൂ ആണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. സമ്മ് മാത്രമേ കൊടുക്കുള്ളൂ. ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുത്താൽ എന്താ, ഓരോ പ്രാവശ്യം സമ്മ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. യൂസർക്ക് 1 വാല്യൂ കാണിച്ചാൽ മതി. അവിടെയാണ് ലൂപ്പിൻ്റെ പുറത്തോട്ട് വരണം എന്നുള്ള ബുദ്ധി അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. എല്ലാവർക്കും ഉണ്ടാകണം. ഒട്ടുമിക്ക ആൾക്കാരും മിസ്റ്റേക്ക് കാണുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതും, അല്ലെങ്കിൽ ലൂപ്പിൻ്റെ പുറത്ത് എഴുതും, ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതും, അല്ലെങ്കിൽ ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതുന്നുണ്ട്, ലൂപ്പിൻ്റെ പുറത്ത് എഴുതും. അപ്പോൾ ആലോചിക്കേണ്ടത് വെച്ചാൽ ആ ഇറ്ററേഷൻ്റെ ഉള്ളിൽ വരേണ്ട എന്തെങ്കിലും സാധനം യൂസറെ കാണിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം ലൂപ്പിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് ഓഫ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുറത്ത് കൊടുക്കണം. ഇവിടെ എന്താണ്, 1 വാല്യൂ ഉള്ളൂ, ലാസ്റ്റ് സമ്മാണ് നമുക്ക് കാണിക്കേണ്ടത് ലൂപ്പിൻ്റെ പുറത്ത്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു അറേയുടെ വാല്യൂസ് ഇൻപുട്ട് ചെയ്തു ഔട്ട്പുട്ട് ചെയ്തൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഒരു അറേയുടെ എൻ്റർ ചെയ്ത വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഫോർ ലൂപ്പിൽ ഇപ്പോൾ ഒരു ലിമിറ്റ് പറഞ്ഞാൽ, ഇപ്പോൾ 10 ലിമിറ്റ് പറഞ്ഞാൽ 1 + 2 + 3 + 4 ആ ഒരു നമ്പർ ഫുള്ള് ആഡ് ചെയ്യാൻ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അറേയുടെ ഓരോ പൊസിഷനിലോട്ട് എൻ്റർ ചെയ്ത വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, അറേ വേണം. അപ്പോൾ അറേ ഇൻപുട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അറേ ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അറേ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ്എഫിൽ എന്ത് ചെയ്യുക, എൻ്റർ ലിമിറ്റ് കൊടുത്ത്, ഇത് നിങ്ങൾക്ക് ഈസി വേ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ പ്രോജക്റ്റ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടാൽ പോരെ എന്ന് തോന്നും. അതെല്ലാവർക്കും ഇനിയിപ്പോൾ തോന്നാത്തവർക്കും ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ തോന്നും. ചെയ്യരുതെന്ന് വെച്ചാൽ ഇനീഷ്യലി നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യരുത്. നിങ്ങളൊരു പ്രോഗ്രാമറായി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റേറ്റ്മെൻറ്റ് അറിയാം, ഇവിടെ സെമിക്കോളം വരണം, ഇവിടെ കോമ വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു മിസ്റ്റേക്കാണ്, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ പ്രിൻ്റ്എഫിൽ ജസ്റ്റ് എൻ്റർ ലിമിറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സ്കാൻഎഫിൽ %d (ആംപർസെൻഡ്) ഒരു ലിമിറ്റ് എന്നുള്ള വേരിയബിളോട്ട് വെച്ച്, ലിമിറ്റ് എന്നുള്ള വേരിയബിളിൻ്റെ താഴെ റെഡ് മാർക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ലിമിറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ആ റെഡ് മാർക്ക് പോയത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്ത് അത് മനസ്സിലാക്കിയെടുത്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എൻ്റർ വാല്യൂസ്. ഇനി അറയിലോട്ടുള്ള വാല്യൂസ് യൂസറോട് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. അത് എൻ്റർ ചെയ്യാൻ നമുക്ക് എന്ത് പറഞ്ഞു, നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഫോർ ലൂപ്പ് വേണമെന്നുള്ളത്. അപ്പോൾ i assign 0, i ലിമിറ്റ് i++. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, സ്കാൻഎഫ് %d (ആംപർസെൻഡ്). ഇവിടെ എന്താണ്, അറേയാണ്. അപ്പോൾ അറേ നമുക്ക് എന്ത് ചെയ്യണം, അറേ നമുക്ക് ഇവിടെ ഇല്ല. ഇതേപോലെ ഐൻ്റെ താഴെ കണ്ടോ നമുക്കൊരു റെഡ് മാർക്ക്, അപ്പോൾ ഐ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് i എന്നിട്ടു. അതേപോലെ നമുക്ക് എന്ത് വേണം, ഒരു അറേ വേണം. ഈ ലൈൻ തന്നെ വേണമെങ്കിൽ നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വാല്യൂസ് എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ, തൽക്കാലം അറേയുടെ പേര്. വാല്യൂസിൻ്റെ സൈസ് ഞാൻ 100 കൊടുത്തെന്ന് വിചാരിക്കും. ഒരു മാക്സിമം ലിമിറ്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൻഎഫിൽ ആംപർസെൻഡ് എന്താണ്, ഇവിടെ അറേയുടെ പേരെന്താണ്, വാല്യൂസ് ഓഫ് ഏത് കൊടുക്കും, i. മനസ്സിലായോ, നേരത്തെ a(i) കൊടുത്തില്ലേ, അതേപോലെ ഇവിടെ അറേയുടെ പേര് വാല്യൂസ് എന്നാണ്. നമ്മൾ അറേയുടെ പേര് അത് നമുക്ക് ഇഷ്ടമുള്ള പേരിട്ടോ കേട്ടോ. നിങ്ങൾക്ക് എന്നോ ബിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പേരൊന്നുമില്ല, ഇഷ്ടമുള്ള പേരിട്ടോ. നമ്മൾ നേരത്തെ വേരിയബിളിന് പേരിട്ട പോലെ തന്നെ. അപ്പോൾ വാല്യൂസ് എന്നുള്ള പേരിട്ടു. ഈ വാല്യൂസ് എന്നുള്ള വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, i എന്നുള്ളതിലോട്ട് പൊസിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ലൂപ്പ് ഓരോ തവണ എൻ്റർ ചെയ്യുമ്പോഴും വാല്യൂസ് ഇൻസേർട്ട് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാല്യൂസ് ഇൻസേർട്ടായി. ഇനിയാണ് ഇവിടുത്തെ പ്രോബ്ലം. നമ്മൾ ഇതൊക്കെ നേരത്തെ പഠിച്ചാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യണത്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ പൊസിഷനിലുള്ള വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഓർമ്മല്ലേ, ഫോർ ലൂപ്പിൽ i assign 0, i ലിമിറ്റ് i++.
പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻ്റൊക്കെ ഓർമ്മയല്ലേ? അല്ലെങ്കിൽ ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നുള്ള സ്റ്റാർട്ട് ചെയ്യണ ഭാഗം നോക്കുക. അതിൽ പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും പറയുന്നുണ്ട്. ഐ എസ് സൈൻ 0, ഐ ലെസ് ദാൻ ലിമിറ്റ് ഐ പ്ലസ് പ്ലസ്. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ആഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഒരു സം അസൈൻ സം പ്ലസ് ഐ. ഈ പ്രോഗ്രാം എല്ലാവർക്കും ഓർമ്മയല്ലേ? അതായത് ഒരു ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിമിറ്റ് വരെയുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്യും. ഇവിടെ സമ്മ് നമുക്കൊന്ന് ഡിക്ലെയർ ചെയ്യണം. സം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായി? സം അസൈൻ സം പ്ലസ് ഐ എന്നായി. സമ്മിലുള്ള വാല്യൂ തമ്മിൽ ഐ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സമ്മിൽ ആദ്യം 0 ആണ്. സമ്മിൽ 0 നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇനീഷ്യലൈസ് ചെയ്യാം. സം അസൈൻ 0. അപ്പോൾ സമ്മിൽ 0 ആണ്. പിന്നെ അതിലെന്താണ് 0 ഉണ്ടായിരുന്നത്, അത് തമ്മിൽ ആഡ് ചെയ്യും. അങ്ങനെ പോകും. അപ്പോൾ ഇത് ഐയുടെ വാല്യൂസ് ആഡ് ചെയ്യാനാണ്. ഇവിടെ നമ്മൾ ഐയുടെ വാല്യൂസ് അല്ല നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ വാല്യൂസ് എന്ന് പേരിലുള്ള, അതായത് ഇവിടെ കണ്ടോ വാല്യൂസ് എന്ന് പേരിലുള്ള ഒരു അറേ ഉണ്ട്. ഈ അറയിലോട്ട് യൂസർ കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്യുന്നുണ്ടാവും. ആ വാല്യൂസ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഐ തമ്മിലല്ല ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആ വാല്യൂസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഐ എന്ന് കൊടുക്കുന്നതിന് പകരം വാല്യൂസ് ഓഫ് ഐ എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഐ അസൈൻ 0 എടുത്ത് ഐ ലെസ് ദാൻ ലിമിറ്റ് ആണോ ചെക്ക് ചെയ്യുക. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ യൂസർ എൻ്റർ ചെയ്യുന്ന അറയുടെ സൈസ് അതിൽ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സം പ്ലസ് വാല്യൂസ് ഓഫ് ഐ. വാല്യൂസിൻ്റെ ഐ എന്ന് പറഞ്ഞാൽ 0 ആണ്. വാല്യൂസ് ഓഫ് അറയുടെ 0 പൊസിഷൻ പ്ലസ് സമ്മ് എന്നുള്ള വേരിയബിൾ എടുത്താൽ സമ്മിൽ ഓൾറെഡി 0 ഉണ്ട്. അപ്പോൾ 0യും അറയുടെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു 25 ഉണ്ടെങ്കിൽ ആ 25 തമ്മിൽ ആഡ് ചെയ്യും. എന്നിട്ട് സമ്മിൽ വയ്ക്കും. ലൂപ്പ് രണ്ടാമതും വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. അതേപോലെ വാല്യൂസ് ഓഫ് 1 ആയി മാറും. ഓൾറെഡി സമ്മിൽ നേരത്തുള്ള 25 ഉണ്ടായിരുന്നു. ആ 25 ഇപ്പോഴത്തെ വാല്യൂസ് ഓഫ് 1 എന്നുള്ള പൊസിഷനിലുള്ള വാല്യൂ കൂടി തമ്മിൽ ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തു പോവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അങ്ങനെ എല്ലാ അറേയുടെ പൊസിഷനും കഴിയുമ്പോൾ എന്ത് ചെയ്യും? സം ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഇനി നമുക്ക് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാൻ പോകണം. ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ലൂപ്പ് വേണോ ലൂപ്പ് ഇല്ലാതെ പ്രിൻറ്റ് ചെയ്യണോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ആലോചിക്കണം. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? വെറുതെ ചുമ്മാ ഇങ്ങനെ ചെയ്തു പോലല്ല. ലൂപ്പ് എഴുതുക, അവിടെ ഇവിടെ ലൂപ്പ് എഴുതല്ല. എന്താണ് ഔട്ട്പുട്ട്? യൂസർക്ക് എന്താണ് തിരിച്ചു? യൂസറോട് ചോദിക്കുകയാണ് എൻ്റർ ലിമിറ്റ്, വാല്യൂവിൻ്റെ അറയുടെ ലിമിറ്റ് ചോദിച്ച് യൂസർ കുറച്ച് അറയുടെ വാല്യൂസ് എൻ്റർ ചെയ്ത്. ഇത് കഴിഞ്ഞാൽ നമ്മളെല്ലാ വാല്യൂസിനും ആഡ് ചെയ്തിട്ട് എന്താണ് യൂസർക്ക് കൊടുക്കാൻ പോകുന്നത്? യൂസർക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു നമ്പറാണ്. ഇവിടെ അറയല്ല നമ്മൾ കൊടുക്കാൻ പോണത്. നേരത്തെ പ്രോഗ്രാമിൽ നമ്മൾ അറയുടെ വാല്യൂസ് മൊത്തം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക ചെയ്ത്. ഇവിടെ നമുക്ക് ഒരു അറേ മൊത്തം കാണിക്കുകയല്ല ചെയ്യുന്നത്, ഒരു വാല്യൂ മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ പൊസിഷനിലുള്ള വാല്യൂസും തമ്മിൽ ആഡ് ചെയ്ത് അവസാനം ഒരു വേരിയബിളിൽ, അതായത് സമ്മ് എന്നുള്ള വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമാണ് നമുക്ക് യൂസർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു പ്രിൻ്റ് എഫ് മതി. ഇവിടെ ലൂപ്പിൻ്റെ അറയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രിൻ്റ് എഫിൽ ഇവിടെ അവസാനിപ്പിക്കണം. സം എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? റൺ ചെയ്യാൻ കൊടുക്കുക. എറർ എന്തുകൊണ്ടാണ്? ബിൽഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റത്തെ തവണ നമ്മൾ പറഞ്ഞു പ്രൊജക്റ്റ് ഈ ഒരു എറർ യൂട്യൂബിൽ ഇപ്പോഴും കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന പലരും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തവണ റൺ ചെയ്യണ സമയത്ത് ബിൽഡ് പ്രോജക്റ്റ് കൊടുക്കണം എന്നുള്ളത്. പുതിയ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിൽ ബിൽഡ് പ്രോജക്റ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ആ പോയിന്റിൽ അവിടെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലോക്കൽ C or C++ ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കണം. ഇതും ഡൗട്ടായിട്ട് പലരും ചോദിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആദ്യത്തെ 2-3 പോയിന്റിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതിരുന്നിട്ട് വീണ്ടും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കരുത്. പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തു പോകാനും. അപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിമിറ്റ് പറഞ്ഞു, ഒരു 5 പറഞ്ഞിട്ടുണ്ട്. ഞാൻ 5ൽ നമുക്കൊരു മനസ്സിലാവുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. നമുക്ക് 10, 20, 30, 40, 50. ടോട്ടൽ എത്രയാണ്? 50 + 40 90, 90 + 120, 120 + 140 + 10 150 എൻ്റർ ചെയ്ത് നോക്കുക. 150 എന്നുണ്ടോ? അതായത് ആ അറേയുടെ വാല്യൂസ് മൊത്തം ആഡ് ചെയ്ത്. ഇനി നമുക്കിത് 150 എന്ന് ചുമ്മാ ഇതിന് പകരം നമുക്ക് എന്താ റിസൾട്ട് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞാൽ എഴുതി കാണിക്കണം എന്ന് വയ്ക്കുക. അല്ലെങ്കിൽ റിസൾട്ട് ഒരു ഫുൾ കോളം കഴിഞ്ഞിട്ട് കാണിക്കണം എന്ന് വയ്ക്കുക. അപ്പോൾ അതെവിടെ എഴുതും? ഈ പ്രിൻ്റ് എഫിൽ ഈ %ഡിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യാം. എൻ്റർ ലിമിറ്റ് 5, എൻ്റർ വാല്യൂസ് 10, 20, 30, 40, 50, റിസൾട്ട് 150. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കുക. ഈ പ്രോഗ്രാം നമ്മളിതിന് മുന്നുള്ള മറ്റേ ലിമിറ്റ് വെച്ചുള്ള വാല്യൂസ് ആഡ് ചെയ്യണ പ്രോഗ്രാം മനസ്സിലായവർക്ക് ഇത് ഈസി ആയിരിക്കും. ഇതെല്ലാവർക്കും ഈസി ആയിരിക്കും.
അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല. അറേ കറക്റ്റ് മനസ്സിലാവുക, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കുക. ഇനിയും അറേ മനസ്സിലാവാത്തോ ലൂപ്പ് മനസ്സിലാത്തതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് താഴെ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, വേറെ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിയെ വേണമെങ്കിൽ ഫോർ ലൂപ്പ് എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് കറക്റ്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക, വരച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. എത്രയും പെട്ടെന്ന് അത് അറേ മനസ്സിലായിട്ടില്ലെങ്കിൽ ലൂപ്പ് മനസ്സിലായിട്ട് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ ലൂപ്പ് ഈ അറേ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാവാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കി ഈ 2-3 ടേമേ ഉള്ളൂ. ഈ ടേം മനസ്സിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ ചോദിക്കാതിരുന്ന ഇത് മനസ്സിലാവില്ല എന്നുള്ള മൂഡ് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീരെ മനസ്സിലാവില്ല. എത്രയും പെട്ടെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, എനിക്ക് അറിയാൻ മനസ്സിലായിട്ട് ലൂപ്പ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി പറയുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ തരും. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്യുക. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞു, എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് കുറച്ചുകൂടി ഒന്ന് ഇനി നമ്മൾ പ്രോഗ്രാം കുറച്ചുകൂടി ഒന്ന് നല്ല പ്രോഗ്രാമിലോട്ട് കയറി തുടങ്ങുകയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു സെർച്ചാണ്. സെർച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ കുറേ ഡാറ്റാസൊക്കെ വരാൻ തുടങ്ങി ഇനി നമ്മളെ കയ്യിൽ. ഇനി നമുക്ക് കുറേ ഡാറ്റാസ് വരുമ്പോൾ ഈ ഡാറ്റാസിൻ്റെ ഇടയിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരാളെ പിക്ക് ചെയ്തുകൊണ്ട് ഒരു ഡാറ്റനെ പിക്ക് ചെയ്തുകൊണ്ടിരണം. അതായത് ഇപ്പോൾ ഇന്ന നമ്പർ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തണം. 50 എന്നുള്ള നമ്പർ ഇപ്പോൾ ഒരു അറേ നമ്മൾ യൂസറോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞത്, ആ അറേയിൽ ഇപ്പോൾ 0 എന്നുള്ള നമ്പർ ഉണ്ടോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ 50 എന്നുള്ള നമ്പർ ഉണ്ടോ, 100 എന്നുള്ള നമ്പർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ഒരു അറേ മൊത്തം ഇൻപുട്ട് ചെയ്യുക യൂസറുടെ നിന്ന്. എന്നിട്ട് യൂസറോട് ചോദിക്കുക ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടതെന്നും കൂടി ചോദിക്കുക. അപ്പോൾ യൂസർ ഒരു സെർച്ച് ചെയ്യാനുള്ള ഡാറ്റ എൻ്റർ ചെയ്യും. ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, ആ അറേയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അത് കണ്ടെത്തണം. അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ചെയ്യണമെന്നുള്ളത് നോക്കാം. ആ ഒരു ബോക്സ് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ബോക്സ് വെച്ചിട്ട് വെച്ചാൽ നമ്മൾ കുറേ നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ എന്താ പറയുക, ഒരു കീ, ഒരു സെർച്ച് ചെയ്യാനുള്ളൊരു നമ്പറോട് യൂസറോട് ചോദിക്കും ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ ഒരു നമ്പറോട് എൻ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് സെർച്ച് ചെയ്യാം. ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കരുത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പല വലിയ സോഫ്റ്റ്വെയർ വലിയ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള കേസ് വെച്ചാൽ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ യൂസറോട് തന്നെ കുറേ ഡാറ്റ മേടിക്കുകയാണ്, യൂസറോട് തന്നെ സെർച്ച് ചെയ്യണം, കീ ചോദിക്കുകയാണ്, എന്നിട്ടാണ് ചെയ്യണത്. വലിയൊരു പ്രൊജക്റ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ആവും വരുന്നത്. നമ്മൾ ചിലപ്പോൾ വേറെ സെർച്ച് ചെയ്യേണ്ട ഡാറ്റ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും കിട്ടുക. ഇത് തമ്മിലായിരിക്കും സെർച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അത് അവിടെ ഈ ഒരു സെയിം സാധനമായിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലായി ഇപ്പോൾ യൂസർ അടുത്ത് തന്നെ മേടിക്കുന്ന രീതിയിൽ നമ്മളത് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ നമുക്ക് ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഒരു യൂസേഴ്സിൻ്റെ കുറേ ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുക, അതിൽ ഇന്ന യൂസർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഫോണിൽ കോൺടാക്റ്റ് സെർച്ച് ചെയ്യുക. ഫൈസൽ ബാക്കിൽ ഫൈസൽ ഒരുപാട് സജഷൻ തരുന്നുണ്ട്. ഫൈസലാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ. അപ്പം ഫൈസൽ എന്താ പറയുക, നമ്മൾ ഫോണിൽ കോൺടാക്റ്റ് സെർച്ച് ചെയ്യുക. ഫോണിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഡിഫറൻറ്റ് കുറേ ഡാറ്റ ഉണ്ടാവും, എല്ലാവരും ഡാറ്റ. അപ്പോൾ അതിൽ ഇന്നൊരാളെ സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ അക്ഷരം സെർച്ച് ചെയ്യും, ഒരക്ഷരം ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സജഷൻ വരാറില്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ സെർച്ച് മെത്തേഡുകൾ വെച്ചിട്ട് തന്നെയാണ്. അതിൻ്റെ കോർ സാധനം ഈ സെർച്ച് മെത്തേഡുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഇതിൽ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ പ്രോഗ്രാമല്ല, ഈ പ്രോഗ്രാം. ഓക്കെ, സെർച്ച് കീ. ഈ സെർച്ച് കീ ഇൻപുട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കരുത്. ഇങ്ങനത്തെ ഒരു സിമ്പിളൊന്നും നമ്മുടെ കോഡിങ്ങിൽ സീലില്ല. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അതായത് സെർച്ച് കീയും കൂടെ, സെർച്ച് കീ എന്ന് വെച്ചത് ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇതിന് ഈ ഫോർ ലൂപ്പിന് മുന്നേ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അറേയുടെ സൈസ് ചോദിക്കണം, അറേ ഇൻപുട്ട് ചെയ്യണം യൂസറോട്. അത് കഴിഞ്ഞിട്ട് ഏത് കീ ആണ് സെർച്ച് ചെയ്യേണ്ടത്, കീ മീൻസ് ഏത് നമ്പറാണ് ആ അറേയിലുണ്ടോ നോക്കേണ്ടത്, അത് യൂസറോട് ഇൻപുട്ട് ചെയ്യണം. എന്നിട്ട് ലൂപ്പിൽ വരുമ്പോൾ എന്ത് ചെക്ക് ചെയ്യുക, സെയിം സാധനം തന്നെ. ലൂപ്പിൻ്റെ ഓരോ പൊസിഷനിലും നമ്മളിങ്ങനെ പോയിട്ട് ഒരു ഈഫ് കേസ് വെച്ചിട്ട് ആ വാല്യൂ ഉണ്ടോ ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ ചെയ്യാൻ. അത് എഴുതിയിട്ടുണ്ട് സിൻടാക്സ് അനുസരിച്ച്. ഈഫ് സെർച്ച് കീ ഈക്വൽ ടു, നമ്മൾ ഈക്വൽ ടു ഓൾറെഡി കുറേ ചെയ്താണ്, ഈക്വൽ ടു എ ഓഫ് ഐ. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഈ സെർച്ച് കീ എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ യൂസർ എൻ്റർ ചെയ്ത് ഒരു നമ്പർ, ഈ ഒരു നമ്പർ അറേയുടെ ഓരോ പൊസിഷനിലും പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് എഫ്, ഇത് പി എന്നുള്ള പ്രിൻ്റ് എഫ് ആണ് കേട്ടോ. പ്രിൻ്റ് എഫിൽ ഐറ്റം ഫൗണ്ട് അറ്റ് പെർസെൻറ്റേജ് ഡി പൊസിഷൻ, എന്താണ് ഏത് പൊസിഷനിലാണ് ആ സെർച്ച് കീ ഉള്ളത് എന്നുള്ള യൂസർക്ക് ഫൈൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഐറ്റം ഫൗണ്ട് അറ്റ് പെർസെൻറ്റേജ്. ഇനി എന്താ കാണിക്കേണ്ടത്, ഏത് വേരിയബിളാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഐ എന്ന് കൊടുത്താലുള്ള പ്രശ്നം എന്താ, ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ കിടക്കുന്ന എവിടെയാണ്, 0th പൊസിഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ എന്നുള്ള പൊസിഷൻ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് കൂട്ടിയിടേണ്ടി വരും. എന്നാലും നമുക്ക് യൂസർക്ക് അറിയില്ല എന്ത്. അപ്പോൾ യൂസർ ഒരു ബോക്സ് വർക്ക് ചെയ്യണം. ഇതിലെ മൂന്നാമത്തെ പൊസിഷനിലാണ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നോക്കൽ 1, 2, 3 ഇതാണ് എണ്ണ. പക്ഷെ നമ്മളത് പൊസിഷൻ എന്താണ്,
നമ്മുടെ പൊസിഷൻ 2 ആണ്. അപ്പോൾ അവിടെ മൂന്നാമത്തെ പൊസിഷൻ നമുക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം മനസ്സിലായ? അതായത് യൂസർ മൂന്നാമത്തെ ബോക്സിലാണ് ഉള്ളതെന്ന് പറയുമ്പോൾ 1, 2, 3 യൂസർ ഇങ്ങനെയുണ്ട്, നമ്മളെ പൊസിഷൻ 2 ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ I+1 എന്ന് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് I+1 കൊടുത്തത്? I+1 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ആ പൊസിഷൻ പ്ലസ്, ഇപ്പോൾ ഇവിടെ ഉണ്ടില്ലേ മൂന്നാമത്തെ പൊസിഷൻ, 2+1 ഇട്ട് കഴിഞ്ഞാൽ 3 ആയില്ലേ? അപ്പോൾ യൂസർക്ക് മൂന്നാമത്തെ പൊസിഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിനാണ് ഇവിടെ I+1 എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പക്ഷേ എന്തായിരിക്കും? അതിൻ്റെ തൊട്ട് താഴത്തെ പൊസിഷൻ ആയിരിക്കും ഐയിലുണ്ടാവുക. അപ്പോൾ I+1 അവിടെ കൊടുത്തു, പിന്നെ പൊസിഷനിൽ ഐറ്റം ഫൗണ്ട് ചെയ്തു. ഇവിടെ ബ്രേക്ക്, നമ്മൾ ബ്രേക്ക് ഓൾറെഡി പറഞ്ഞതാണ്. ബ്രേക്ക് എന്തിനാണ്? ഓൾറെഡി ഐറ്റം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ എന്തിനാണ് പിന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ബ്രേക്ക് ചെയ്യുക, ലൂപ്പിൽ നിന്ന് പുറത്ത് പോരുക. പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞു, പിന്നെ ഒന്നും ഔട്ട്പുട്ടൊന്നും കൊടുക്കാനില്ല. ഏത് പൊസിഷനിലാണ് ആ നമ്പർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഡിഫറെൻ്റ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അറേ ഉണ്ടായിരിക്കും. ഒരു യൂസറോട് ഒരു അറേ എൻ്റർ ചെയ്യാൻ പറയും, യൂസറോട് ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറയും. ആ ലിമിറ്റ് വെച്ചിട്ട് യൂസറോട് അറേ എൻ്റർ ചെയ്യാൻ പറയും. അറേ കിട്ടിയ യൂസറോട് പറയണത് എന്താ വെച്ചാൽ ഒരു നമ്പർ, ആ ഒരു നമ്പർ അതിലുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാൻ പറയുകയാണ്. ഈ ഒരു കേസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു അറേ യൂസർ എൻ്റർ ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് യൂസറോട് തന്നെ അതിനൊരു വാല്യൂ ഉണ്ടോ സെർച്ച് ചെയ്യാൻ പറയണത്? നമ്മളിതൊരു പ്രോഗ്രാമായിട്ട്, സാമ്പിൾ പ്രോഗ്രാമായിട്ട് പഠിക്കുന്നതിൻ്റെ കേസിലാണ്. ഇതിപ്പോൾ ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ കുറേ നമ്പേഴ്സ് കിട്ടുന്നത് ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ കൊടുക്കുന്നത് വേറെ യൂസർ അടുത്ത് മേടിച്ചിട്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ അവിടെ ആഡ് ചെയ്യും, വേറെ ആൾ വന്നിട്ട് വേറെ ആക്ഷൻ ചെയ്യും, അവിടെ ലൈക്ക് ചെയ്യും, അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും, നിങ്ങൾ ചിലപ്പോൾ അതിന് മറുപടി കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. പല യൂസേഴ്സ് ആയിരിക്കും ഒരു ഒറ്റ പോയിന്റിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കേസിലൊക്കെ എന്ത് ചെയ്യുന്നു, ചില വേറെ യൂസർ ഉണ്ടാക്കി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡാറ്റ കിട്ടുന്നത്, അതിന് ബേസ് ആയിട്ട് ഇന്ന ആളുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സാമ്പിൾ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു യൂസറെ കാണാം. നമ്മൾ പ്രോഗ്രാമർ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ യൂസറും, പക്ഷെ എന്നാലും ഒരു യൂസറേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു യൂസറോട് തന്നെ അറേ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് ആ യൂസറോട് തന്നെ ഒരു കീ കൊടുത്തിട്ട് ആ അറേൻ്റെ ഉള്ളിൽ ആ വാല്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും അറേ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അറേയുടെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അറേ ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു യൂസറോട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. എൻ്റർ വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂസർ വാല്യൂസ് എൻ്റർ. അപ്പോൾ നമുക്ക് എന്തായി, അറേ കിട്ടി. ഇനി യൂസറോട് എന്ത് ചോദിക്കണം, നമുക്ക് ആ ഒരു സെർച്ച് ചെയ്യാൻ പോകണം, ഏത് വാല്യൂ ആണ് നിങ്ങൾക്ക് അറേയിലുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിൻ്റ് പ്ലീസ് എൻ്റർ സെർച്ച് കീന്നോ സെർച്ച് വാല്യൂന്നോ എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. അപ്പോൾ സെർച്ച് കീ എന്ന് തന്നെ കൊടുത്ത് ഇരിക്കാം. എന്നിട്ട് സ്കാനഫിൽ എന്ത് ചെയ്യുക, സ്കാനഫിൽ ഇവിടെ സെർച്ച് കീ എന്തായിരിക്കും, ഒരു വാല്യൂ ആണ്. അറേയിൽ കുറേ വാല്യൂസ് ഉണ്ട്, നമുക്ക് ഒരു വാല്യൂ ആണ് ഇതിൽ സെർച്ച് ചെയ്യാൻ പോണത്. സ്കാനഫിൽ ഡബിൾ കോഡ്സിൽ %d ആംപർസെൻറ്റ്, ഇവിടെ അറേയുടെ പേര് നമുക്ക് എന്തായിരുന്നു, വാല്യൂസ് അറേ അല്ല നമുക്കിവിടെ സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ സെർച്ച് കീ ആണ്. അപ്പോൾ ഈ സമ്മ് എന്നുള്ള വേരിയബിൾ നമുക്കിവിടെ വേണ്ട, സെർച്ച് കീ എന്നുള്ള വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സെർച്ച് കീ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സെർച്ച് കീ എൻ്റർ ചെയ്തു യൂസർ. ഇപ്പം എന്തായി, യൂസർ അറേ തന്നു, അറേയിൽ ഉണ്ടോ നോക്കണ്ടേ, അതായത് അറേയിൽ അവൈലബിൾ ആണോ നോക്കേണ്ട ഒരു നമ്പറും കൂടി സെർച്ച് കീ എന്നുള്ള വേരിയബിളിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സെർച്ച് കീ നമുക്ക് അറേയുടെ ഓരോ പൊസിഷനിലും പോയി നോക്കിയിട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് പോയി നോക്കിയിട്ട് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ പോലെ ഫോർ ലൂപ്പ് വീണ്ടും എഴുതി, i=0 കൊടുത്ത്, i< ലിമിറ്റ് കൊടുത്തു, i++. ഒരു അറേൻ്റെ ഉള്ളിൽ തന്നെ ഫസ്റ്റ് പൊസിഷൻ 0th പൊസിഷൻ മുതൽ എല്ലാ പൊസിഷനിലും വരെ പോകണം. അപ്പോൾ ലിമിറ്റ് വരെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഇവിടെയാണ് നമുക്ക് അറേൻ്റെ ഉള്ളിൽ, അതായത് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈഫിൽ ചെക്ക് ചെയ്യാണ്. ഈഫ് എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഈ സെർച്ച് കീയിലുള്ള വാല്യൂ എന്തിനോട് ഈക്വൽ ആണോ നോക്കണം. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറേയുടെ ഏത് പൊസിഷൻ, അയാളുടെ ഒരു പൊസിഷനല്ല, ലൂപ്പിൻ്റെ ഉള്ളിൽ ഓരോ പൊസിഷനിലും എന്ത് ചെയ്യണം, ഈ സെർച്ച് കീ പോയി നോക്കുകയാണ്. അപ്പോൾ വാല്യൂസ് ഓഫ് i കൊടുത്ത് കണ്ടോ,
സെർച്ച് കീ ഈക്വൽ ടു വാല്യൂസ് ഓഫ് ഐ, അതായത് യൂസർ എൻ്റർ ചെയ്ത ഒരു വാല്യൂ, സെർച്ച് ചെയ്യേണ്ട വാല്യൂസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഈ ലൂപ്പ് ഓരോ തവണ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സെർച്ച് കീ ഈക്വൽ ടു വാല്യൂസ് ഓഫ് 0, സെർച്ച് കീ ഈക്വൽ ടു വാല്യൂസ് ഓഫ് 1, സെർച്ച് കീ ഈക്വൽ ടു വാല്യൂസ് ഓഫ് 2, ആ രീതിയിൽ ഓരോ പൊസിഷൻ എന്ത് ചെയ്യും, സെർച്ച് ചെയ്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇഫ് കേസ് ഈസ് ട്രൂ ആവും. എങ്ങനെയാണ് ഈ ഇഫ് കേസ് ട്രൂ ആവുക? ഈ സെർച്ച് കീയും വാല്യൂസ് ഓഫ് 0, അതായത് വാല്യൂസ് ഓഫ് 0 ആദ്യം നോക്കും, പറഞ്ഞ വാല്യൂ തമ്മിൽ എന്തെങ്കിലും ഈക്വൽ ആണോ നോക്കും, സെർച്ച് കീ വാല്യൂസ് ഓഫ് 1 നോക്കും, സെർച്ച് കീ വാല്യൂ ഓഫ് 2 നോക്കും. ഈ ലൂപ്പ് ഓരോ തവണ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇഫ് കേസ് ഇങ്ങനെ വർക്ക് ചെയ്യും. ഈ ഇഫ് കേസ് വർക്ക് ചെയ്യാൻ മാത്രമല്ല, കണ്ടീഷൻ ശരിയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈക്വൽ ആണെങ്കിൽ ആ ഈഫിൻ്റെ ഉള്ളിലോട്ട് കയറുള്ളൂ. അതുവരെ ഈഫിൻ്റെ ഉള്ളിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും, ഈഫിൻ്റെ പുറത്തേക്ക് പോകും, ഈ ചെക്ക് ചെയ്യും, ഈഫിൻ്റെ പുറത്തേക്ക് പോകും. എപ്പോഴെങ്കിലും ഈക്വലിറ്റാണ് ഈഫിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈക്വൽ ആയ സമയത്ത് ഈഫിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, കഴിഞ്ഞു. ഇനി എന്താണ്, ഒരു പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലും ഇത് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കേസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ പറഞ്ഞൊരു കേസാണ് എന്ത്, ബ്രേക്ക്. നമ്മൾ ബ്രേക്കും കണ്ടിന്യൂ പഠിച്ചില്ലേ, ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോരാൻ പറയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ എത്തുമ്പോഴാണ്, അതായത് നമ്മൾ അറയിലോട്ട് ഒരു 10 വാല്യൂ എൻ്റർ ചെയ്ത് 5ാമത്തെ പൊസിഷനിലാണ് നിങ്ങൾ എൻ്റർ ചെയ്തത് ഈ ഒരു വാല്യൂ ഉള്ളതെന്നുള്ള യൂസറോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്കൊരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് ഒരു വേരിയബിളോട് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ഫ്ലാഗ് എന്നുള്ള വേരിയബിൾ സെറ്റ് ചെയ്ത് അതിൽ 0 സെറ്റ് ചെയ്ത്, ഓക്കെ. എന്നിട്ട് ഈ ഫ്ലാഗിൽ നമുക്ക് എന്ത് ചെയ്യും, എപ്പോഴെങ്കിലും ഇത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫ്ലാഗിൽ 1 ആക്കി മാറ്റും. അപ്പോൾ എന്താണ്, ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ ഫ്ലാഗ് 0 ആണ്, ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് 1 ആയി. അപ്പോൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് 1 ആയിട്ടാണ് പുറത്ത് പോരുന്നത്, അല്ലെങ്കിൽ ലൂപ്പ് കഴിഞ്ഞ് പുറത്ത് പോരും. അതിനാണ് നമ്മൾ ആ ഫ്ലാഗ് വെച്ചത്. രണ്ട് കേസിലും ഈ ലൂപ്പ്, അതായത് ഈ ലൂപ്പ് വർക്ക് ചെയ്തിട്ട് പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, പോരും. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്തണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ടാണ് പുറത്ത് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുറത്ത് നമ്മൾ ഈഫിൽ ചെക്ക് ചെയ്യണം. ഇപ്പോൾ വലിയ പ്രോഗ്രാമുകളായി വരുന്നത് കണ്ടോ. അപ്പോൾ ഇനി ഇത് ഫുള്ള് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ തന്നെ നോക്കണം, ഇത്രയും വലിയ പ്രോഗ്രാം ഞാൻ എഴുതിയോ എന്ന് നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും. അപ്പോൾ ഈഫ് ഫ്ലാഗ് ഈക്വൽ ടു എന്താണ് ചെക്ക് ചെയ്യണം, ഫ്ലാഗ് 1 ആയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, ഏതോ ഒരു പൊസിഷനിൽ വെച്ചിട്ട് യൂസർ എന്ത് ചെയ്യേണ്ടത്, യൂസർ എൻ്റർ ചെയ്ത സെർച്ച് കീ ശരിയായിട്ടുണ്ട്, ഫ്ലാഗ് 1 ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഈഫിൽ ചെക്ക് ചെയ്യാണ്. അത് ലൂപ്പ് ഫുള്ള് കഴിഞ്ഞു. ലൂപ്പ് ഫുള്ള് കഴിയണമെന്ന് എപ്പോഴെങ്കിലും വാല്യൂ ഫൈൻഡ് ചെയ്താലും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോരും, ഇല്ലെങ്കിലും ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോരും. അപ്പോൾ ഒന്നെങ്കിൽ ഫ്ലാഗ് 0 ആയ കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലാഗ് 1 ആയ കേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്, വീണ്ടും സിസ്റ്റത്തിനോട് ഈ ഫ്ലാഗ് 1 ആണോ, ആ സ്റ്റെപ്പ് കഴിഞ്ഞ് ആ ലൂപ്പ് കഴിഞ്ഞപ്പോൾ ഫ്ലാഗ് 1 ആണോ. ഫ്ലാഗ് 1 ആണെങ്കിൽ എന്താണ്, ഫ്ലാഗ് 1 ആണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് ചെയ്തു, വാല്യൂ ഫൗണ്ട് എന്നുള്ള ഇതിൽ എഴുതി കാണിക്കണം. അപ്പോൾ പ്രിൻ്റ് എഫിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, വാല്യൂ ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്താണ്, ഏത് പൊസിഷനിലാണ് നമ്മൾ ആ വാല്യൂ ഫൈൻഡ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. വാല്യൂ ഫൗണ്ട് അറ്റ് പൊസിഷൻ ഏത് പൊസിഷൻ ആയിരിക്കും, നമുക്ക് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കാണ് അറേയുടെ പൊസിഷൻ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂസർക്കല്ല. യൂസർക്ക് നമ്മൾ 0th പൊസിഷൻ എന്ന് പറയുന്നത് യൂസർ ഫസ്റ്റ് പൊസിഷൻ എന്നാവും പറയാം. നമ്മൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് യൂസറിൻ്റെ മനസ്സിൽ 2ാമത്തെ പൊസിഷൻ, 2ാമത്തെ വാല്യൂ ആയിരിക്കും യൂസർ എൻ്റർ ചെയ്തതിൽ. അപ്പോൾ വാല്യൂ ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എവിടെ നിന്നാണ് ഈ ഏത് പൊസിഷനാണെന്ന് കിട്ടുക, എവിടുന്നാണ് കിട്ടുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രേക്ക്, അതായത് ഈ ഫ്ലാഗ് 1 ആയപ്പോഴാണ്, എപ്പോഴെങ്കിലും ബ്രേക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ. ബ്രേക്ക് വർക്ക് ചെയ്യാൻ മീൻസ് ഫ്ലാഗ് 1 ആയിട്ടാണ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോരുന്നത്. ഇപ്പോഴാണ് എന്ത് ചെയ്യും, ഫ്ലാഗ് 1 ആവുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഐ എന്നുള്ളൊരു വാല്യൂ ഏതെങ്കിലും ഇപ്പോൾ I 0th ചെക്ക് ചെയ്തു, ഫസ്റ്റ് ചെക്ക് ചെയ്തു, സെക്കൻഡ് പൊസിഷൻ ചെക്ക് ചെയ്തു, ഈ പൊസിഷൻ സമയത്താണ് നമ്മൾ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് വയ്ക്കുക. അപ്പോൾ സംഭവം എന്ത് ചെയ്യും, അവിടെ നിന്നാണ് ഐ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ പൊസിഷൻ എത്രയാണ്, 0 1 2. പക്ഷേ യൂസർക്ക് വേണ്ടത് എത്രയാണ്, 3. നമ്മളെ പൊസിഷൻ കിടക്കുന്നത് 2, ഐയുടെ വാല്യൂ കിടക്കുന്നത് 2, യൂസർക്ക് കാണിക്കേണ്ടത് 3. അവിടുന്ന് ഐ പുറത്തേക്ക് പോകുന്നതിൻ്റെ പേരിൽ പിന്നെ I 3 4 5 ഒന്നും ആവാതെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഐയുടെ വാല്യൂ എന്നുള്ളത് 2 ആണ്, പക്ഷേ യൂസർക്ക് വേണ്ടത് 3 ആണ്. നമ്മൾ റിസൾട്ട് വേണ്ട അവിടെ 3 ആണ്. നമ്മളെ പൊസിഷൻ 0 1 2 ആയതിൻ്റെ പേരിൽ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റുള്ള ഐയുടെ പൊസിഷൻ എന്ത് ചെയ്യാം, നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇവിടെ പെർസെൻറ്റേജ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഐയുടെ 1 കൂട്ടിയിട്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക.
അപ്പോൾ എന്തായിരിക്കും യൂസർ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് യൂസർ കൊടുക്കും. നമ്മൾക്ക് കോഡിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്നുള്ള യൂസർക്ക് അറിയണ്ട. അപ്പോൾ ഫ്ലാഗ് 1 ആണെങ്കിൽ വാല്യൂ ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്ന സാധനം എന്ന് പറഞ്ഞു. ഇനി എൽസ് കേസിൽ എന്ത് ചെയ്താൽ, അതായത് ഫ്ലാഗ് 1 അല്ലെങ്കിൽ ഫ്ലാഗ് 0 ആണ്. ഫ്ലാഗ് 0 ആണെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ഈഫ് കേസിൽ ഒന്നും ട്രൂ ആയില്ല, ഈ സെർച്ച് കീ എന്നുള്ള വാല്യൂ എവിടെയും കാണാൻ കിട്ടിയില്ല. അപ്പോൾ ലൂപ്പ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഫ്ലാഗ് മുകളിൽ നമ്മൾ 0 സെറ്റ് ചെയ്ത സാധനം അതേമാതിരി ഫ്ലാഗ് 0 കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൽസിലോട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വാല്യൂ നോട്ട് ഫൗണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വലിയ പ്രോഗ്രാമായില്ലേ. ഞാൻ ഈ കൺസോള് നമുക്കൊന്ന് ചെറുതായിട്ട് താഴ്ത്താം. ഇതിൻ്റെയൊക്കെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടോട്ട് റീസൈസ് ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ല, ഇങ്ങനെ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് മാറ്റി സൈസ് എടുക്കാൻ, മാറ്റി കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ വാല്യൂ നോട്ട് ഫൗണ്ട്, ഇതാണ് പ്രോഗ്രാം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താവും ഔട്ട്പുട്ട് എന്നുള്ളത്. പ്രോജക്റ്റ് ബിൽഡ് ചെയ്തു. എറർ ഉണ്ടല്ലോ, എന്താണ് എറർ? ഇവിടെ കണ്ടോ, പ്രിൻ്റ് എഫിന് ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ടി ഇട്ടിട്ടില്ല എന്നുള്ളതാണ് മിസ്റ്റേക്ക് അല്ലേ. യെസ്, ഒന്നുകൂടി ബിൽഡ് ചെയ്യാൻ കൊടുക്കുക. ഇനിയൊരു എറർ ഉണ്ട്. ഇനി എന്താ എറർ? അത് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫയൽ സേവ് ചെയ്യാതെയാണ് വീണ്ടും ബിൽഡ് കൊടുത്തത്. ബിൽഡ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബിൽഡ് കൊടുക്കുമ്പോൾ സേവ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഒരു സ്റ്റാർ, ഇപ്പോൾ ഇവിടെ ഒരു എൻ്റർ അടിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ സേവ് ചെയ്തിട്ടില്ല നിങ്ങളതിനെ മനസ്സിലാക്കുക. ഇവിടെ മുകളിലുണ്ട് ഈ ഫയൽ നെയിം ഉണ്ട്, സെർച്ച് ഇൻ അറേ .c എന്നുള്ളതാണ് നമ്മുടെ ഫയൽ നെയിം. നമ്മൾ ഇവിടെ ഒരു എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്റ്റാർ വന്നുണ്ടോ. ഈ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അത് സേവ് ചെയ്തിട്ടില്ല എന്നാണ്. ഈ സേവ് ചെയ്യാതെ നമ്മൾ ലെഫ്റ്റിൽ പോയിട്ട് ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സേവ് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഡയറക്റ്റ് റൺ കൊടുത്താൽ മതി. ഇവിടുത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് റൺ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക് സേവ് ചെയ്യും, ബിൽഡ് ചെയ്യും, റൺ ചെയ്യും. പക്ഷേ ഫസ്റ്റത്തെ തവണ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ആവാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫസ്റ്റത്തെ തവണ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ബിൽഡ് കൊടുക്കുക, എന്നിട്ട് റൺ റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്ത് ഇനി സേവ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് റൺ ചെയ്യാൻ ഓൾറെഡി റൺ ചെയ്തുകൊണ്ട് റൺ ചെയ്യാൻ കൊടുത്തു. എൻ്റർ ലിമിറ്റ് പറഞ്ഞു, ലിമിറ്റ് ഞാനൊരു 5 കൊടുത്തു. എൻ്റർ വാല്യൂസ് ഒരു 25, 35, 45, 66, 3. പ്ലീസ് എൻ്റർ സെർച്ച് കീ നോക്കിയിട്ടുണ്ട്. സെർച്ച് ചെയ്യേണ്ട കീ ഏതാണെന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കീ തന്നെ കൊടുക്കുക. 45 എന്നുള്ള കീ കൊടുക്കുക. വാല്യൂ ഫൗണ്ട് അറ്റ് പൊസിഷൻ 3 കണ്ടോ, എവിടെയാണ് നമ്മൾ 25, 35, 45 കൊടുത്ത് മൂന്നാമത്തെ പൊസിഷൻ അല്ലേ. യൂസർ എൻ്റർ ചെയ്യണ മൂന്നാമത്തെ പൊസിഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്ത് വാല്യൂ ഫൗണ്ട് അറ്റ് പൊസിഷൻ 3 എന്ന് വന്നു. കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് ഇല്ലാത്തതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ലിമിറ്റ് 34. അയ്യോ, അത് ലിമിറ്റ് ഞാൻ 34 എടുത്തു. 34 അറേ പൊസിഷൻ കൊടുക്കേണ്ടി വരും. എൻ്റർ ലിമിറ്റ് 5 കൊടുത്തു. എൻ്റർ വാല്യൂസ് 12, 32, 34 ഇത്രയും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സെർച്ച് കീ ഇതിലില്ലാത്ത ഒരു 56 കൊടുത്തെന്ന് വിചാരിക്കാം. എൻ്റർ ചെയ്തു, വാല്യൂ നോട്ട് ഫൗണ്ട് കണ്ടോ. അപ്പോൾ ആ ഓരോ പൊസിഷനിലും പോയി നോക്കി, അവിടെ ഒന്നുമില്ല. ഫോർ ലൂപ്പ് പുറത്തിറങ്ങി, ഫ്ലാഗ് അപ്പോഴും 0 ആയതുകൊണ്ട് എൽസ് കേസ് വർക്ക് ചെയ്തു. ഈ പ്രോഗ്രാം ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് നോക്കിയിരുന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആലോചിക്കുക. യൂസറോട് ആദ്യം അറേ എൻ്റർ ചെയ്യാൻ, ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറയുക. യൂസർ അറേ എൻ്റർ ചെയ്തു. അറേ എൻ്റർ ചെയ്ത അറയിലോട് പിന്നെ ഒരു കാര്യോട് യൂസറോട് എൻ്റർ ചെയ്യാൻ പറയണം. ഇവിടെ 3 കാര്യങ്ങളാണ് യൂസർ അടുത്ത് മേടിക്കുന്നത് മനസ്സിലാക്കണം. സെർച്ച് ചെയ്യേണ്ട വാല്യൂ ഏതാണെന്നും കൂടി യൂസർ അടുത്ത് മേടിക്കണം. അത് വേരിയബിളിലാണ്. രണ്ടാമത്തെ അറേ ആയിരുന്നു, ആദ്യത്തെ വീണ്ടും വേരിയബിളായിരുന്നു. അപ്പോൾ അങ്ങനെ 3 കേസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് എഴുതി ഈഫിൽ സെർച്ച് ചെയ്യണത്. സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഫ്ലാഗ് എന്നുള്ള വേരിയബിൾ വാല്യൂ മാറ്റുവാണെന്ന് ബ്രേക്ക് അടിച്ച് പുറത്ത് പോരും. മുകളിൽ ഫ്ലാഗ് സെറ്റ് ചെയ്യുക. അതൊന്ന് മനസ്സിലൊന്ന് സ്റ്റെപ്പ് ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, യൂസറോട് ആ ഫ്ലാഗിനെ വെച്ചിട്ട് വാല്യൂ ഫൈൻഡ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഇത്രയാണ്. ഇതൊന്ന് കൂടെ ചെയ്ത് ഒന്ന് നോക്കിയിരുന്ന് മനസ്സിലാക്കുക. ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. മിസ്റ്റേക്ക് വന്നോട്ടെ പ്രശ്നമില്ല, മറന്നു പോയിക്കോട്ടെ പ്രശ്നമില്ല, നോക്കി എഴുതരുത്. സെർച്ചിൻ്റെ പ്രോഗ്രാം എല്ലാവരും ചെയ്തല്ലോ. ഇനി നമുക്ക് സോർട്ടിങ് നോക്കാം. സോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സോർട്ടിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അറയിലോട്ട് യൂസറിന് നമ്മൾ കുറേ വാല്യൂസ് മേടിക്കുകയാണ്. ആ മേടിച്ച വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാണ്,
സോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ആയിട്ട് സോർട്ട് ചെയ്യുക. അതായത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ആയിട്ട് സോർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ 50, 20, 30 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് അത് അസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യണമെങ്കിൽ 20, 30, 50 എന്നൊക്കെ, അത് ഏറ്റവും ചെറുത് ആദ്യം ആ രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും വലുത് ആദ്യം എന്നുള്ള രീതിയിൽ അങ്ങനെ സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സോർട്ടിങ് എന്നുള്ള പരിപാടി അതാണ്. അതായത് ഒരു ഓർഡറാക്കി മാറ്റുക, ഒന്നേ ചെറുതെന്ന് വലുതിലോട്ട് അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലോട്ട്. അപ്പോൾ ഈ സോർട്ടിങ് എങ്ങനെയാണ് അറയിൽ ചെയ്യുക? അപ്പോൾ അറയിൽ നിന്ന് നമുക്കറിയാം കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആ വാല്യൂസിന് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സാമ്പിളായിട്ട് നമ്മളൊരു അറേ ഇവിടെ ഗെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 സൈസുള്ള ഒരു അറയാണിത്. ഈ അറയിലെ ഫസ്റ്റ് പൊസിഷൻ വാല്യൂ 40 ആണ്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0th പൊസിഷനാണ്. നമ്മൾ വീണ്ടും പറയണത് അറയുടെ 0th പൊസിഷനിൽ വാല്യൂ 40 ആണ്. ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ 10 ആണ്. പൊസിഷൻ നോക്കണം, സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക 5 വാല്യൂസ് ഉണ്ട്. ഇത് അസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യാൻ എങ്ങനെയാണ്? 10 ഇവിടെ വരും, 20 ഇവിടെ വരും, 30 ഇവിടെ വരും, 40 ഇവിടെ വരും, 50 ഇവിടെ വരും. അപ്പോൾ ഈ 5 വാല്യൂ യൂസറുടെ നിന്ന് ഗെറ്റ് ചെയ്താണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് സോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് സോർട്ട് ചെയ്യാൻ എന്താ വഴി എന്നുള്ളത് നോക്കാം. പലതരം സോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ സോർട്ടിങ്ങിൽ നമ്മൾ ഇപ്പോൾ ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട്, ഹീപ്പ്, പിന്നെ ബക്കറ്റ് സോർട്ട്, അങ്ങനെ കുറേ സോർട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ സോർട്ടാണ്. ഏതെങ്കിലും ഒരു സോർട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ സോർട്ടും കൂടെ നമ്മൾ പഠിച്ചെടുത്തിട്ടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അത്രയും കൂടുതൽ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചർ ലെവലിലോട്ട് പോവുകയാണെങ്കിൽ, അത്രയും പെർഫോമൻസ് നോക്കിയിട്ട് പോകണം. അത് നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ ഡെവലപ്പറായി വരുമ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങളപ്പോൾ നോക്കിയിരുന്ന് പഠിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാ സോർട്ടിങ് നമ്മൾ കോളേജിൽ പഠിക്കുന്ന പോലെ എല്ലാ സോർട്ടിങ്ങും പഠിച്ച് അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ച് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സോർട്ടിങ്, ഒരു അറ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സോർട്ട് ചെയ്യണമെന്ന് ഒരു സോർട്ടിങ് ഏതെങ്കിലും വെച്ചിട്ട് സോർട്ട് ചെയ്ത് വാല്യൂ എടുക്കണം. ഡെവലപ്പർക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പെർഫെക്ഷൻ നോക്കിയിട്ട് പോരുത്. അതല്ല നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് പെർഫെക്ഷൻ നോക്കണം എപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലോട്ട് മാറുമ്പോൾ. അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന ലെവലിലോട്ട് നിങ്ങൾ മാറുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പക്ഷേ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പെർഫെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കരുത്. പെട്ടെന്നൊരു സോർട്ടിങ് വന്നാൽ ഏതെങ്കിലും ഒരു സോർട്ടിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ സോർട്ടിങ് ഇവിടെ സെലക്ഷൻ സോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെലക്ഷൻ സോർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൊസിഷൻ എടുക്കും. ഫസ്റ്റത്തെ പൊസിഷൻ ഇത് ലോക്ക് ചെയ്ത് വെക്കും. അതായത് 0th പൊസിഷൻ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതങ്ങ് പിടിച്ചിട്ട് ഈ പൊസിഷനിൽ, അതായത് ഈ പൊസിഷനും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് ഇതിലേതാണ്, അതായത് ഇവിടെയാണ് ഗ്രേറ്റർ എങ്കിൽ 0th പൊസിഷനാണ് ഗ്രേറ്റർ, ഇവിടെ ലെസ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, സ്വോപ്പ് ചെയ്യും. സ്വോപ്പിങ് നമ്മൾ 2 വേരിയബിൾ സ്വോപ്പ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമതൊരു ടെമ്പററി വേരിയബിൾ വയ്ക്കും, എന്നിട്ട് അതിലോട്ട് ആദ്യം വയ്ക്കും. അപ്പോൾ ആ ഒരു അറയത്തെ എന്ത് ചെയ്യും, 0th പൊസിഷനിൽ തന്നെ ഒരു ടെമ്പററി വേരിയബിളോട് വയ്ക്കും. എന്നിട്ട് ഇതിനെടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ടെമ്പിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കും. ആ ഒരു സ്വാപ്പിംഗ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് പ്രോഗ്രാമുകൾ ചെയ്തപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസം ചെയ്ത സാധനമാണ്. അത് നോക്കുക. അപ്പോൾ അങ്ങനെ ഈ 2 വേരിയബിൾ തമ്മിൽ മാറ്റി. അപ്പോൾ 10 ഇവിടെ ആയി, 40 ഇവിടെ ആയി. അത് ഇവിടെ ചെയ്യാം നമുക്ക്. 10 ഇവിടെ ആയി, 40 ഇവിടെ ആയി. ഓക്കെ. പിന്നെ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇവിടെ 10 ആണ്, ഇവിടെ 40 ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ പൊസിഷനാണ് നമ്മൾ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. അതായത് വാല്യൂവിനല്ല പൊസിഷനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ 10നെ വെച്ചിട്ട് അടുത്തതിനെ കമ്പയർ ചെയ്യും. അപ്പോൾ ഏതാണ് ചെറുത് വലുത് നോക്കിയിട്ട് സോപ്പ് ചെയ്യണമെങ്കിൽ സോപ്പ് ചെയ്യും. പിന്നെ ഇതിനെ കമ്പയർ ചെയ്യും, പിന്നെ ഇതിനെ കമ്പയർ ചെയ്യും. അങ്ങനെ 0th പൊസിഷനിൽ വെച്ചിട്ട് എല്ലാത്തിനെയും കമ്പയർ ചെയ്തിട്ട് അപ്പോൾ അവസാനം എന്ത് ചെയ്യും, 0th പൊസിഷനിൽ ഏറ്റവും ചെറിയ വാല്യൂ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ പൊസിഷനിലോട്ട് കയറും. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2ാമത്തെ പൊസിഷൻ വെച്ചിട്ട് ബാക്കിയുള്ള ഓരോ പൊസിഷനിലും തമ്മിൽ കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ പൊസിഷനിൽ വെച്ചിട്ട് ഈ 2 പൊസിഷൻ തമ്മിൽ കമ്പയർ ചെയ്യും. പിന്നെ ഈ പൊസിഷൻ വെച്ചിട്ട് ഇതും തമ്മിൽ കമ്പയർ ചെയ്യും. ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ട് ചെയ്യുക. ഒരു പൊസിഷനെ സെലക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ പൊസിഷനോട് കമ്പയർ ചെയ്തിട്ട് സോർട്ട് ചെയ്യും. അതാണ് സെലക്ഷൻ സോർട്ട് എന്നുള്ളത്. ഇനി ഇതെങ്ങനെയാണ് കോഡിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം വെച്ചാൽ 2 ലൂപ്പ് ഉണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ഒരു ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പൊസിഷനെ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. നമ്മൾ പറഞ്ഞില്ലേ 0th പൊസിഷനെ വെച്ചിട്ടാണ് മറ്റെല്ലാതിനും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൂപ്പിന് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പൊസിഷൻ വയ്ക്കും, ബാക്കി ഈ ലൂപ്പ് വെച്ചിട്ട് ബാക്കി എല്ലാ പൊസിഷനിലും പോയിട്ട് നോക്കി കമ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നു ഇങ്ങനെ വേണ്ടിയിട്ട് അടുത്ത ലൂപ്പിലോട്ട് വരും. അങ്ങനെയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം I അസൈൻ 0 എടുത്ത് 0 ലെസ് ദാൻ n-1. n-1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ എത്ര സൈസ് എത്രയാണ്, 5 ആണ് സൈസ്. അപ്പോൾ n-1 പറഞ്ഞാൽ 4. അതായത് I ലെസ് ദാൻ 4 എന്നുള്ളത് ചെക്ക് ചെയ്ത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലൂപ്പ് നമ്മൾ പറഞ്ഞു ഓരോ പൊസിഷൻ ഇങ്ങനെ വെച്ച്, അതായത് ഓരോ പൊസിഷൻ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകാനാണ്. അപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പൊസിഷൻ വരെ വന്നാൽ മതി. അത് വെച്ചാൽ അടുത്ത ഈ ലൂപ്പിൽ ഈ നമ്പറായിട്ട് കമ്പയർ ചെയ്യണമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൊസിഷൻ വരെ വന്നാൽ മതി. അപ്പോൾ n-1 വരെ വന്നാൽ മതി.
അതായത് 4 is 3, അതായത് 3 less than 4 എന്നുള്ള കേസ്. അതായത് i assign 0 വന്ന് i കൂടി i1 ആയി i2 ആയി i3 വരെ എത്തുള്ളൂ, 4 പോവില്ല. വെച്ചാൽ n-1 ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i3 ആവും, 3 വരെ എത്തുള്ളൂ. അതിന് പുറത്തുള്ള കേസ് വന്നാൽ പുറത്ത് പോകും. അപ്പോൾ 3 എന്നുള്ളത് നോക്കിയേ, 3 എന്നുള്ള പൊസിഷൻ 3 ആണ്, 4ാമത്തെ വാല്യൂ ആണെങ്കിലും പൊസിഷൻ 3 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് n-1 എന്നുള്ളത് വന്നിട്ടുള്ളത് ഇവിടെ. കറക്റ്റ് മനസ്സിലാവണം. ഇനി അതിനുള്ളിലോട്ട് കയറുക. അതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫോർ ജെ എസ് i+1 ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. i എത്രയാണോ, ഇപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ ഒരു പൊസിഷനാണ് നമ്മൾ എടുക്കണമെങ്കിൽ പിന്നെ അതിനോട് ഒന്ന് കൂട്ടിയുള്ള പൊസിഷൻ മാത്രമേ ചെക്ക് ചെയ്യേണ്ടുള്ളൂ. ഈ പൊസിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനോട് ഒന്ന് കൂട്ടിയുള്ള പൊസിഷനാണ് ചെക്ക് ചെയ്യേണ്ടുള്ളൂ. ഈ പൊസിഷൻ എടുക്കണമെങ്കിൽ അതിനോട് ഒന്ന് കൂട്ടിയുള്ള പൊസിഷൻ എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണത് i+1 എന്നാണ് കൊടുത്തിട്ടുള്ളത്, ജെ ലെസ് ദാൻ എൻ. ഇത് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇത് ഒറ്റയടിക്ക് ആർക്കെങ്കിലും മുൻകൂട്ടി ലോജിക്ക് കിട്ടുന്ന സാധനമൊന്നുമല്ല. ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് കണ്ടു കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലായി തുടങ്ങുക. അതിൻ്റെ കൂടെ ലൂപ്പിൻ്റെ കൂടെ പോയി മനസ്സിലാക്കും, പഠിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ലാണ്. അപ്പോൾ അത് കാണുമ്പോഴേക്ക് പേടിക്കേണ്ട, അതെനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കേണ്ട. അത് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ലൂപ്പിൻ്റെ കൂടെ നമ്മൾ ഇതുവരെ പഠിച്ച ലൂപ്പ് എന്താണോ അറേ എന്താണോ ആ കൺസെപ്റ്റിനെ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. ഒന്ന് നോക്കാം. അപ്പോൾ ജെ അസൈൻ i+1. അപ്പോൾ ആദ്യം അതിൽ 0 എടുത്ത് 0 ലെസ് ദാൻ n-1 ആണോ നോക്കി, കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടാമത്തെ ലൂപ്പിൽ ജെ അസൈൻ i+1 എന്ന് പറഞ്ഞു. അപ്പോൾ ജെയിൽ 1 വരും. 1 ലെസ് ദാൻ n ആണോ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ശരിയായതിൻ്റെ പേരിൽ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്താ സംഭവിക്കുന്നത്, if a of i, അപ്പോൾ മനസ്സിലാക്കണം അതിൽ 0 ആണ്, ജെയിൽ 1 ആണ്. a of i ഗ്രേറ്റർ ദാൻ a of j, a of 0-നേക്കാൾ വലുതാണോ a of 1 എന്ന് നോക്കുകയാണ്. വലുതാണെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പുറത്തുള്ള പൊസിഷൻ, അതായത് ഇപ്പുറത്തുള്ള പൊസിഷൻ വലുതാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വോപ്പ് ചെയ്യണം. സ്വോപ്പിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു ടെമ്പ് എന്നുള്ള വേരിയബിളിലോട്ട് a of iലുള്ളതിനെ വയ്ക്കും, a of iലോട്ട് a of jനെ വയ്ക്കും, a of jയിലോട്ട് ടെമ്പിനെ വയ്ക്കും. ഈ സ്വോപ്പിങ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അറേയുടെ പൊസിഷൻ എടുത്തിട്ട് ആദ്യം ടെമ്പിലോട്ട് വയ്ക്കും, ടെമ്പിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും. അങ്ങനെ സ്വോപ്പിങ് നടക്കും. അപ്പോൾ വലുതുള്ള സമയത്ത് സ്വോപ്പിങ് നടക്കും. അത് കഴിഞ്ഞാൽ ജെ മാത്രം ഇൻക്രിമെൻ്റ് ആവും. എന്തുകൊണ്ടാണ്, i0 തന്നെ നിൽക്കുന്നത് പുറത്തെ ലൂപ്പ്. അതായത് ഇത് കഴിഞ്ഞു, ഇനി ഇതിനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്ത് കിടക്കുന്നത് അവിടെ തന്നെയാണ്. അതുകൊണ്ട് i0 ആയിട്ട് തന്നെ കിടക്കുന്നത്. ഈ ലൂപ്പാണ് നമ്മൾ ഇനി ജെ മാത്രം ഇൻക്രിമെൻ്റ് ചെയ്യും. ജെ 1 ഉള്ളത് 2 ആയി മാറും. 2 ലെസ് ദാൻ n ആണോ കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ ഇത് ചെക്ക് ചെയ്യും. ഈ a of i വീണ്ടും a of 0 ഗ്രേറ്റർ ദാൻ a of 2. അപ്പോൾ എന്തായി, a of 0 a of 2 ഈ 40 50 എന്നുള്ള ഈ പൊസിഷൻ തമ്മിലുള്ള കമ്പാരിസൺ ആയി മാറും. അങ്ങനെ എന്ത് ചെയ്യും, ഓരോ പൊസിഷനും എടുത്തിട്ട് കമ്പയർ ചെയ്യും. അത് കഴിയുമ്പോൾ ഈ ലൂപ്പ്, അതായത് ഈ ഒരു ഫുൾ പൊസിഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ജെ എക്സിറ്റ് ആവും. ജെ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, i ഇൻക്രിമെൻ്റ് ആവും. ഐയുടെ വാല്യൂ 1 ആയി മാറും. പിന്നെ ജെ എന്തായി മാറും, i+1 ആയതുകൊണ്ട് ജെ രണ്ടാമത്തെ പൊസിഷൻ എടുക്കും. അങ്ങനെ i കൂടും, അപ്പോൾ ജെ കൂടും. അങ്ങനെ ആ രീതിയിൽ മാറി വന്ന് എല്ലാ പൊസിഷനും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് സോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, സോർട്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഇത് നമുക്കൊന്ന് സിസ്റ്റത്തിൽ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി നമുക്ക് സെലക്ഷൻ സോർട്ട് ചെയ്ത് നോക്കാം. സെലക്ഷൻ സോർട്ടിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാനിപ്പോൾ RASലുള്ള വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറേയിലോട്ട് വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോർട്ട് ചെയ്യണം. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് പറഞ്ഞു, എന്താണ് അസെൻഡിങ് ഓർഡറോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറോ ആയിട്ട് എന്താ ചെയ്യുക, ഓർഡറാക്കി മാറ്റുക അറേയുടെ ഉള്ളിലുള്ള വാല്യൂസിനെ. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ 2 ലൂപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. i ലെസ് ദാൻ എന്തായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്, i ലെസ് ദാൻ n, i++. i ലെസ് ദാൻ n അല്ല, നമ്മൾക്ക് ഇവിടെ n-ന് പകരം ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് i++. ഇനി ഫോർ ലൂപ്പിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഫോർ ലൂപ്പ്, അതായത് നെസ്റ്റഡ് ആയിട്ട് വീണ്ടും ഒരു ഫോർ ലൂപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ നമ്മൾ ജെ അസൈൻ 0 അല്ലല്ലോ നമ്മൾ കൊടുത്ത എന്തായിരുന്നു, i സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ രണ്ടാമത്തെ പൊസിഷൻ മുതൽ സെർച്ച് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് J1 കൊടുക്കും, J ലെസ് ദാൻ ലിമിറ്റ് -1 J++. ഓക്കെ,
ഇവിടെ ജെ ഡിക്ലെയർ ചെയ്യണം. ജെ റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട്, ജെ ഡിക്ലെയർ ചെയ്തു. ഇനി ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഈഫ് കേസിൽ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. 0th പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്തില്ല, 0th പൊസിഷനും ഫസ്റ്റ് പൊസിഷനും തമ്മിൽ കമ്പയർ ചെയ്യണത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഈഫ് വാല്യൂസ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ വാല്യൂസ് ഓഫ് ജെ, അതായത് വാല്യൂസ് ഓഫ് ഫസ്റ്റ് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഐ അസൈൻ 0 കൊടുത്ത് ഐ ലെസ് ദാൻ ലിമിറ്റോ എന്നാണെന്ന് ചെക്ക് ചെയ്ത്, അപ്പോൾ കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ ഉള്ളിലോട്ട് കയറും. ഇപ്പോൾ ലിമിറ്റ് ഒരു 5 ആണെന്ന് കൺസിഡർ ചെയ്യും. ആ കേസാണ് ഉള്ളിലോട്ട് കയറി. ഫോർ ജെ അസൈൻ 1 ജെ അസൈൻ 1 അല്ല, ജെ അസൈൻ I+1 ആണ് എടുക്കേണ്ടത് അല്ലേ? 0th പൊസിഷനും ഫസ്റ്റ് പൊസിഷനും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. എപ്പോഴാണോ സെക്കൻഡ് പൊസിഷൻ എത്തുന്നത്, അപ്പോൾ പിന്നെ തേർഡ് പൊസിഷൻ അതിൻ്റെ മുകളിലോട്ടുള്ള പൊസിഷൻ തമ്മിലുള്ള കമ്പാരിസൺ മതി. അപ്പോൾ നമുക്ക് എന്താണ് ജെ എപ്പോഴും എന്തായിരിക്കണം? ഐ എത്രയാണോ തുടങ്ങുന്നത് ഐയുടെ ഒരു സ്റ്റെപ്പ് മുകളിലായിരിക്കണം ജെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ജെ I+1 ആയി. അപ്പോൾ ഫസ്റ്റ് കേസിൽ 0 ആണ്, ജെ എന്തായി മാറും? 1 ആയി മാറും. ഈ വാല്യൂസ് ഓഫ് സെയിം അറിയാണ് രണ്ട് പദം ചെക്ക് ചെയ്യേണ്ടത്. വാല്യൂസ് ഓഫ് 0യും വാല്യൂസ് ഓഫ് 1ൽ ഏതാണ് വലുത് എന്നാണ് ചെക്ക് ചെയ്യണത്. വാല്യൂസ് ഓഫ് 0 വലുതാണെങ്കിൽ തിരിച്ച് കൊണ്ടിടണം, എന്നാലേ എന്ത് ഫസ്റ്റ് പൊസിഷനിൽ അങ്ങോട്ട് മാറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത് സ്വാപ്പിംഗ് ഉണ്ട്. നമ്മൾ സ്വാപ്പിംഗ് പ്രോഗ്രാം പഠിച്ചില്ലേ, ഇൻ്റർചേഞ്ച് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി വേരിയബിളും കൂടി നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ടെമ്പ് അസൈൻ വാല്യൂസ് ഓഫ് ഐ വെച്ചു. അതേപോലെ വാല്യൂസ് ഓഫ് ഐയിൽ നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസ് ഓഫ് ജെ വെച്ചു. ജസ്റ്റ് സെയിം സ്വാപ്പിംഗ് ഉണ്ട് നമ്മൾ ചെയ്ത്, പക്ഷേ അറേയുടെ പൊസിഷനുകൾ തമ്മിലുള്ള സ്വാപ്പിംഗ് ആണെന്നുള്ളൂ. അതായത് 0th പൊസിഷനും ഫസ്റ്റ് പൊസിഷൻ, അതായത് ith പൊസിഷനും jth പൊസിഷനും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. അപ്പോൾ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളോട്ട് വാല്യൂ വെച്ച്, എന്നിട്ട് വാല്യൂയിലോട്ട് എന്ത് ചെയ്തു? ആ ith വാല്യൂയിലോട്ട് ജെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്? ജയിലോട്ട് എന്ത് സംഭവിച്ചു? ആ ടെമ്പ് മാറ്റി വെച്ച വാല്യൂ ടെമ്പ് അങ്ങോട്ടും വെച്ചു. അപ്പോൾ സ്വാപ്പിംഗ് കഴിഞ്ഞു. ഇനി ഫസ്റ്റ്, അതായത് നമ്മൾ ഫസ്റ്റ് ദിവസം ഒന്ന് നോക്കാം, വർക്കിംഗ് നോക്കാം. 0th പൊസിഷനും ഫസ്റ്റ് പൊസിഷനും തമ്മിലുള്ള കമ്പാരിസൺ. 0th പൊസിഷനും ഗ്രേറ്റർ ആണെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ പേരിൽ സ്വാപ്പ് ചെയ്യണമെങ്കിൽ സ്വാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒഴിവാക്കും. അടുത്ത കേസിൽ എന്ത് ചെയ്യും? ജെ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്യും. ജെ വീണ്ടും എന്ത് ചെയ്യും? ജെ ലെസ് ദാൻ ലിമിറ്റ് -1 ആണോ ചെക്ക് ചെയ്ത്. അപ്പോൾ ജെ വാല്യൂ 1 കൂടി. അപ്പോൾ ഐയുടെ വാല്യൂ എപ്പോഴും 0 തന്നെയാണ്, ജെയുടെ വാല്യൂ മാത്രം എന്ത് 2 ആയി മാറും. അപ്പോൾ വാല്യൂസ് ഓഫ് 0യും 2ഉം കൂടി, വാല്യൂസ് ഓഫ് 2th സെക്കൻഡ് പൊസിഷനും കൂടി കമ്പയർ ചെയ്യും. അതേപോലെ 3 ആവും, ജെ 4 ആവും. അപ്പോഴും ഐ ഫസ്റ്റ് കമ്പയർ ചെയ്യണ ഒരു പൊസിഷൻ മാത്രം ഒരു നിലനിർത്തിയിട്ട് സെലക്ട് ചെയ്ത് നിർത്തിയിട്ട് മറ്റെല്ലാ പൊസിഷനോട് കമ്പയർ ചെയ്യും. എപ്പോഴെങ്കിലും വാല്യൂസ് ഓഫ് 0 ആണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ എപ്പോൾ എന്തെങ്കിലും സ്വാപ്പ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ചെറിയ വാല്യൂ ഉണ്ടെങ്കിൽ ഈ 0th പൊസിഷനിലോട്ട് ഈ ഒറ്റ ലൂപ്പ് കഴിയുന്നതോടെ, ഈ ജെയുടെ ഫുള്ള് വർക്കിംഗ് കഴിയുന്നതോടെ ആ ചെറിയ വാല്യൂ കൊണ്ടുവന്നിടും. അടുത്ത കേസിൽ ജെയുടെ ലൂപ്പ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? നേരെ ഐ ഇൻക്രിമെൻ്റ് ആവും. ഐ ഇൻക്രിമെൻ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഐ ഇൻക്രിമെൻറ്റ് വീണ്ടും ജെയിൽ എന്ത് ചെയ്യും? I+1. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വാല്യൂസ് ഓഫ് 1th ഫസ്റ്റ് പൊസിഷനും വാല്യൂസ് ഓഫ് സെക്കൻഡ് പൊസിഷനും വാല്യൂസ് ഓഫ് ഫസ്റ്റ് പൊസിഷൻ വാല്യൂസ് ഓഫ് തേർഡ് പൊസിഷനും അങ്ങനെ കമ്പയർ ചെയ്ത് പോകും. അപ്പോൾ ഈ ഒറ്റ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇതിലൂടെ സോർട്ടിങ് കഴിയുമ്പോൾ ഈ ഒറ്റ 2 റൗണ്ട്, അതായത് ഈ 2 ലൂപ്പും കഴിയുന്നതോടെ ഫസ്റ്റത്തെ ഐയുടെ വാല്യൂ 0th എടുത്തിട്ട് ജെയുടെ ഫുൾ ലൂപ്പ് വർക്ക് ചെയ്യും, പിന്നെ ഫസ്റ്റ് എടുത്തിട്ട് ജെയുടെ ഫുൾ ലൂപ്പ് വർക്ക് ചെയ്യും. അങ്ങനെ എല്ലാം കഴിയുന്നതോടെ നമുക്ക് ഈ മൊത്തം വാല്യൂസ് എന്ത് ചെയ്യും? സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഔട്ട്പുട്ട് കൊടുക്കും? ഇവിടെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്പ്ലേ ചെയ്ത പോലെ ഒരു വാല്യൂ അങ്ങനെ നല്ല ഡിസ്പ്ലേ ഉണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഫുൾ, അതായത് സോർട്ട് ചെയ്ത ഓർഡറിലുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫോർ ലൂപ്പ് വേണം. ഇവിടെ നമുക്കൊരു പ്രിൻ്റ് എഫ് കൂടി കൊടുക്കാം. സോർട്ടഡ് അറേ എന്ന് പറഞ്ഞിട്ട്, സോർട്ടഡ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻ്റ് എഫ് കൂടി കൊടുക്കാം. ഇവിടെ നമുക്കൊരു /t കൂടി ഇടാം.
സെമിക്കോളൻ. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളോട് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ലിമിറ്റ്? ഒരു 5 ഞാൻ കൊടുത്തു. വാല്യൂസ് എൻ്റർ ചെയ്യാൻ നമ്മൾ അറയിലോട്ട് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യാണ്. 100 എൻ്റർ ചെയ്തു, ഒരു 34 എൻ്റർ ചെയ്തു, 2 എൻ്റർ ചെയ്തു, 250 എൻ്റർ ചെയ്തു, 45 എൻ്റർ ചെയ്തു. ഇപ്പോൾ കണ്ടോ, സോർട്ടഡ് വാല്യൂസ് 2, 34, 100, 250, 45. ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇവിടെ. ആ 45 കണ്ടില്ല, അസെൻഡിങ് ഓർഡർ വന്നപ്പോൾ 45 അവിടെ മിസ്റ്റേക്കായിട്ട് വന്നു. എന്താണ് നമുക്കിവിടെ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം വന്നത്. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ലിമിറ്റ് -1 എന്ന് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ലിമിറ്റ് വരെ പോകണം. എന്താ മനസ്സിലായോ? അതായത് കമ്പയർ ചെയ്യുമ്പോൾ ith പൊസിഷനിലുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. ith സെലക്ട് ചെയ്യണത് എവിടെ വരെ സെലക്ട് ചെയ്യണം? ലാസ്റ്റ് പൊസിഷൻ്റെ തൊട്ട് മുന്നേ ഒരു സെലക്ട് ചെയ്ത് പിടിക്കണം. വേണം മുകളിൽ വരെ കമ്പയർ ചെയ്ത് പോകേണ്ടത്. പിടിയിട്ടുണ്ടോ? ith പൊസിഷൻ താഴെ വരെ, അതായത് ഏറ്റവും ലാസ്റ്റ് പൊസിഷന് തൊട്ട് മുന്നത്തെ പൊസിഷൻ വരെ പൊസിഷൻ പോകണം. പക്ഷേ ജെയുടെ പൊസിഷൻ, അതായത് കമ്പയർ ചെയ്ത് പോകണ പൊസിഷൻ ലാസ്റ്റ് പൊസിഷൻ വരെ പോകണം. അപ്പോൾ അവിടെയാണ് ലിമിറ്റ് ith പൊസിഷൻ ലിമിറ്റ് -1 കൊടുക്കുക, അവിടെ മറ്റടുത്ത് ലിമിറ്റ് കൊടുക്കുക. ഇനി ഒന്ന് സേവ് ചെയ്യുക, എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കുക. 5 തന്നെ കൊടുത്ത് പൊസിഷൻ 10, 200, 45, 34, 1 ഉണ്ടോ, 1, 10, 34, 45, 200. ഇപ്പോൾ കറക്റ്റായില്ലേ? അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിസ്റ്റേക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ടതാണ്. അപ്പോൾ ആ ഒരു വാല്യൂസ് ഒന്ന് നോക്കണം. 0th പൊസിഷനും jth പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നോക്കണം. നമ്മൾ നേരത്തെ വരച്ച ഈ പറഞ്ഞത് മനസ്സിലായില്ല, നേരത്തെ വെച്ച ഡയഗ്രം ഉണ്ടല്ലോ നമ്മൾ വരച്ച പോലെ, നിങ്ങൾ പേപ്പറിൽ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൂപ്പിൻ്റെ കൂടെ പോയി നോക്കണം. ഒരു തവണ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബോക്സ് എഴുതിയിട്ട് ഒരു 5 പൊസിഷനിലുള്ള ഒരു വാല്യൂസ് എഴുതിയിട്ട് എത്ര പ്രാവശ്യം 0 ആവും, 0 ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ജെയിലോട്ട് വരും. ജെയുടെ വാല്യൂ എത്രയാവും? അപ്പോൾ ഐയുടെ വാല്യൂ സ്ഥലത്ത് എഴുതി വയ്ക്കുക, ജെയുടെ വാല്യൂ സ്ഥലത്ത് എഴുതി വയ്ക്കുക. ജെ ലെസ് താൻ ഇന്നതാണെന്ന് ചെക്ക് ചെയ്തു, അപ്പോൾ കണ്ടീഷൻ ശരി അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വാല്യൂസ് ഓഫ് 0 ചെയ്യുമ്പോൾ അപ്പോൾ അറയിലുള്ള നിങ്ങൾ ഡമ്മി ആയിട്ട് എഴുതിയ വാല്യൂസ് തമ്മിലുള്ള ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്നിട്ട് അതവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് അടുത്ത പൊസിഷനിൽ എങ്ങോട്ട് പോകുന്നുള്ള കോഡിൽ നോക്കുക. നിങ്ങളെ മനസ്സിൽ തോന്നുന്ന കോഡല്ല, കോഡിൽ എന്താ എഴുതിയിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ കൂടെ പോയി നോക്കുക. അപ്പോൾ ജെയിൽ എന്ത് വരും സംഭവിക്കുക? അപ്പോൾ ജെയിൽ ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ വീണ്ടും വാല്യൂസ് ഓഫ് എന്താ കണ്ടീഷനോടെ നടക്കുന്നത് ആ രീതിയിൽ പേപ്പറിലെ ബോക്സിൽ മാറ്റുക. ഒരു പ്രാവശ്യം, അതായത് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ്, ഫോർ ലൂപ്പിൻ്റെ സ്റ്റെപ്പ് അതുപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം പേപ്പറിൽ നിങ്ങൾ അറേയുടെ വർക്കൗട്ട് സോർട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സോർട്ടിങ് മറക്കില്ല. ഇനി ഇത് കാണുമ്പോൾ ലോജിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു പേപ്പറിൽ വരയ്ക്കുക, ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കുക. നമ്മളൊക്കെ പഠിച്ചത് ഇങ്ങനെയാണ്. ഞാനൊക്കെ ഇത് നോക്കിയപ്പോൾ അയ്യോ ഇത് എന്താണ് ഇത്രയും ഐയും ജെയും എല്ലാം കൂടെ കുറേ സംഭവങ്ങൾ എന്നാണ് പുറത്തും നമ്മൾ നോക്കുമ്പോൾ എന്തോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് ഒരു പ്രാവശ്യം വർക്കൗട്ട് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കും. ഒറ്റ പ്രാവശ്യം പേപ്പറിൽ വർക്കൗട്ട് ചെയ്താൽ ഒരു സോർട്ടിങ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ വരച്ചുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക. വേറെ ഒരു വഴിയില്ല കേട്ടോ ഈ ലോജിക്ക് ഉണ്ടാവാൻ. വേറെ ഒരു വഴിയില്ല. ആരും നിങ്ങൾക്ക് കൊണ്ടുവന്നില്ല, വേറെ എവിടുന്നോ ഞാനോ കൊണ്ടുവന്നരാനൊന്നും പോകുന്നില്ല, വേറെ സുപ്രഭാതത്തിൽ ഉണ്ടാവാനും പോകുന്നില്ല. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇതിൻ്റെ കൂടെ മനസ്സ് പോയി കഴിയുമ്പോഴാണ് ലോജിക്ക് എന്നുള്ള സാധനം ഡെവലപ്പ് ആവുന്നത്.